इस देश में धार्मिक युद्ध भड़काने के लिए केवल और केवल सुप्रीम कोर्ट जिम्मेवार है। सुप्रीम कोर्ट का एकमात्र उद्देश्य है शो मी द फेस विल शो यू द लॉ। सुप्रीम कोर्ट अपनी सीमा से बाहर जा रहा है। सुप्रीम कोर्ट की सीमा यह है कि भारत का संविधान जिस कानून को बनाया उस कानून की उसको व्याख्या करनी है, और यदि वो व्याख्या नहीं कर सकती है और सब कुछ के लिए सुप्रीम कोर्ट जाना है तो इस संसद का कोई मतलब नहीं है, विधानसभा का कोई मतलब नहीं है, उसको बंद कर देना चाहिए। उपराष्ट्रपति इस देश में जितने गृह युद्ध हो रहे हैं उसके जिम्मेवार केवल यहाँ के चीफ जस्टिस ऑफ इंडिया संजीव खन्ना साहब। Strongly deplore the statement made by Mr. Dubey, the BJP MP. It shows the contempt of BJP towards the constitution of the country, towards the independent judiciary. കൊത്തി ബി ജെ പി സാക്ഷാൽ മുറത്തിൽ കൊത്തിത്തുടങ്ങി. വിഭാഗീയതയും വിദ്വേഷത്തിനും വഴിവെച്ച് ജനതയെ ഭിന്നിപ്പിച്ചും നിയമനിർമ്മാണ സഭയെപ്പോലും അതിനായി ഉപയോഗിച്ച് നീങ്ങുന്ന ഹിന്ദുത്വത്തിൻ ജയഭേരിക്ക് തടസ്സമായി ഭരണഘടനയും ഭരണഘടനയുടെ സംരക്ഷകരും എത്തുമ്പോൾ ബി ജെ പി അസ്വസ്ഥമാവുകയാണ്. മാത്രമല്ല ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുന്നു. ഉപരാഷ്ട്രപതിയും പിന്നെ എം പിമാരും ഇപ്പോൾ തുടങ്ങിയത് അങ്ങനെയാണ്. ജഡ്ജിമാരെ എന്തിന് ചീഫ് ജസ്റ്റിസിനെ തന്നെ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. മോദിക്കും RSSനും തോന്നുന്നതൊക്കെ ചെയ്തു കൂട്ടാവുന്ന ഒരിടമല്ല ഈ മഹാരാജ്യം. കൂച്ചുവിലങ്ങിടാൻ പരസ്പര ബന്ധിതമായ തൂണുകളുണ്ട്. ഈ കസേരയിൽ ഇരിക്കുമ്പോൾ തങ്ങൾക്ക് മതമില്ല, മതേതരാണ് എന്ന് ജഡ്ജിമാർ പറഞ്ഞ സൗന്ദര്യം രാജ്യത്തെ ജനാധിപത്യ ഇടം ആസ്വദിക്കുമ്പോഴാണ് BJP പ്രതിനിധികൾ, അതും അധികാര സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ, ജുഡീഷ്യറിക്കെതിരെ രംഗത്ത് വരുന്നത്. അതും അനാരോഗ്യമായ പാതയിൽ. കണ്ണുകെട്ടിയ നീതിദേവതയെ കണ്ട് കണ്ണുപൊട്ടരാണെന്ന് സംഘപരിവാർ കരുതരുത്. മണം കൊണ്ടും നിറം കൊണ്ടും കാഴ്ച കൊണ്ടും നീതിക്ക് കോട്ടം വരാതിരിക്കാനാണ് ആ കണ്ണുകെട്ടൽ. ആർട്ടിക്കിൾ 368 മറവിൽ ഭരണഘടനയുടെ ഉദ്ദേശം മറികടക്കാനാകില്ല. നിയമത്തിൻ്റെ വ്യാഖ്യാനക്കാർ മാത്രമല്ല കോടതികൾ, ഭരണഘടനയുടെ കാവൽക്കാരും സംരക്ഷകരും കൂടിയാണ് കോടതികൾ. കോടതികളെ ആക്രമിച്ചും ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്തിയും BJPയുടെ ലക്ഷ്യമെന്ത്? ഇത്ര ഗൗരവ വിഷയത്തിൽ വ്യക്തിപരമെന്ന് പറഞ്ഞൊഴിയാനാകുമോ BJPയുടെ ഔദ്യോഗിക നേതൃത്വത്തിന്? നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: എ സമ്പത്ത്, CPIM നേതാവ്; ഷാബു പ്രസാദ്, BJP സഹയാത്രികൻ; ഒപ്പം മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ M ജയചന്ദ്രൻ. ആദ്യം ശ്രീ ഷാബു പ്രസാദിലേക്ക്, BJP സഹയാത്രികനിലേക്ക്, വലത് രാഷ്ട്രീയ നിരീക്ഷകനിലേക്ക്. ശ്രീ ഷാബു പ്രസാദ്, നേരത്തെ ഉപരാഷ്ട്രപതിയാണ് പറഞ്ഞത് രാഷ്ട്രപതിക്കും ഗവർണർക്കും കൂച്ചുവിലങ്ങിടാൻ ഈ കോടതികൾ, ജഡ്ജിമാരാരാണെന്ന്. അതിനെ തുടർന്ന് ഇപ്പോഴിതാ ദുബൈയും ശർമ്മയും, ദിനേശ് ശർമ്മയും ഒക്കെ രംഗത്തെത്തുന്നു. കോടതികൾ ഇങ്ങനെ പ്രവർത്തിച്ചാൽ നിയമനിർമ്മാണ സഭകൾ അടച്ചിടേണ്ടേ എന്ന് വരെ ചോദിക്കുന്നു. രാജ്യത്ത് സംഘർഷമുണ്ടാക്കുന്നത് സാക്ഷാൽ ചീഫ് ജസ്റ്റിസ് തന്നെയാണെന്ന് പറയുകയാണ് MP ആയ ഒരു മനുഷ്യൻ പരസ്യമായി. ഏതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്? ഇത് ശരിയോ? ഉപരാഷ്ട്രപതി നമ്മുടെ ഭരണഘടനയുടെ ഒരു അതോറിറ്റിയാണ്. രാഷ്ട്രപതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയുടെ അതോറിറ്റിയാണ് രാജ്യത്തിൻ്റെ. എന്നാൽ പക്ഷെ ഈ MP-മാർ അവർ പറഞ്ഞത് അത് അവരുടെ BJP വളരെ രൂക്ഷമായ അല്ലെങ്കിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. BJP ഇത് ഓൺ ചെയ്യുന്നില്ല. അതുമാത്രമല്ല, ശക്തമായ താക്കീതോടുകൂടി തന്നെ തങ്ങളുടെ നേതാക്കന്മാരോടും പാർട്ടിയോടും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോടതിയെ ബഹുമാനിക്കുകയാണ് വേണ്ടത്, അതാണ് പാരമ്പര്യം, അങ്ങനെ ചെയ്തിട്ടുള്ളൂ, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു കൺഫ്യൂഷനും ഇല്ല. അത്ര കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊന്ന് എനിക്കിവിടെ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കൈരളിക്കും CPM-നും ഒക്കെ പെട്ടെന്ന് പൊട്ടിമുളച്ചു വന്ന ഈ കോടതി സ്നേഹം കണ്ടിട്ട് എനിക്ക് തന്നെ വല്ലാതെ രോമാഞ്ചം വരും. കാര്യം ഇപ്പോഴും അയോധ്യ കേസിലെ വിധിയുടെ പേരിൽ നമ്മുടെ ജുഡീഷ്യറിയെയും
അന്ന് ഇരുന്ന ജഡ്ജിമാരെയും ഒക്കെ വേട്ടയാൻ തൊടാൻ വർഷം 5 കഴിഞ്ഞു, അവിടെ രാമക്ഷേത്രം വന്നും കഴിഞ്ഞു കോടതി വിധി പ്രകാരം. പക്ഷേ ഇന്നും അതിൻ്റെ പേരിൽ നമ്മുടെ നീതിപീഠത്തിനെ വേട്ടയാടുന്നതിൽ ഇപ്പോഴും CPM മുമ്പിൽ തന്നെയാണ്. മുമ്പില്ല. അതായത് തങ്ങൾക്ക് സൗകര്യമുള്ള, തങ്ങൾക്ക് ഇഷ്ടമുള്ള കോടതി വിധികൾ വരുമ്പോൾ അത് മതേതര കോടതിയും, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, സ്വീകാര്യമല്ലാത്ത വിധികൾ വരുമ്പോൾ അത് ഫാസിസ്റ്റ് കോടതിയും മോദിയും BJPയും ഒക്കെ കയ്യേറിയ കോടതിയും ആകുന്ന ആ ഒരു വിചിത്ര പ്രതിഭാസമുണ്ടല്ലോ CPMന് മാത്രം അവകാശപ്പെട്ടു. അതെന്തായാലും BJP കാണിച്ചിട്ടില്ല. BJP വളരെ കൃത്യമായിട്ട് തന്നെ അവിടെ പറഞ്ഞു. BJPയുടെ 1-2 MPമാർ അവരുടെ ആ രീതിയിൽ അഭിപ്രായം പറഞ്ഞു. അത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല, അത് BJPയുടെ അഭിപ്രായമല്ല, ഇനി അത് ആവർത്തിക്കരുത് എന്ന് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ അവിടെ പറയുകയും ചെയ്തു. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഒരുപാട് അഭിപ്രായം, 140 കോടി ജനങ്ങളുണ്ട്. ഒരുപാട് അഭിപ്രായങ്ങളും അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുമായിട്ടൊക്കെ അങ്ങനെ എല്ലായിടവും ധാരാളം ഉണ്ടാകും. അതിനൊക്കെ എല്ലാ അവകാശമുള്ള രാജ്യമാണിത്. അപ്പോൾ ചിലർ അഭിപ്രായം പറയുമ്പോൾ, വ്യക്തിപരമായ അഭിപ്രായം പറയുമ്പോൾ അത് ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ അതിന് കടന്നുപോയി എന്ന് വരാം. അത് ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ തിരുത്തുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. അത് BJP നല്ല കൃത്യമായിട്ട് ചെയ്തിട്ടുമുണ്ട്. ഉപരാഷ്ട്രപതിയുടെ കാര്യത്തിലോ? ഉപരാഷ്ട്രപതിയുടെ കാര്യത്തിൽ BJPക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം രാഷ്ട്രപതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയുടെ അതോറിറ്റിയാണ്. അദ്ദേഹത്തിന് ഭരണഘടനാപരമായി തന്നെ പറയാനുള്ള അവകാശം ഉണ്ടാകും. പറഞ്ഞില്ല, ഇതൊക്കെ ഡിബേറ്റബിൾ ആണ് അജിംഷാദെ. ഇതൊക്കെ ഡിബേറ്റബിൾ ആണ്. ഡിബേറ്റബിൾ അല്ലാത്ത ഒന്നും ഈ നാട്ടിൽ ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയും ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. പ്രധാനമന്ത്രിയും ഭരണഘടനാ സ്ഥാപനമാണ്. ഈ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടവരാണ് കോടതികൾ. ആ കോടതികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനാകുന്നില്ല എന്നൊരു ഇടമുണ്ട് എങ്കിൽ അതിനെ കേവലം ഇത്ര ലാഘവമായി കാണാനാകുമോ? നിങ്ങളുടെ അഭിപ്രായം അതാണ്. ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ കോടതി വളരെ പവിത്രവും അല്ലാത്തപ്പോൾ കോടതി വളരെ ഫാസിസ്റ്റും ആകുന്നതുണ്ടല്ലോ. ഇവിടെ ഒരു കൊലക്കേസിലെ വിധിയുടെ സമയത്ത് ഇവിടെ ഈ തലശ്ശേരിയിലെ ബൂർഷ്വാ കോടതി തുലയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തിയിട്ട് നിങ്ങളുടെ പാർട്ടി എന്തെങ്കിലും ചെയ്തു? ശ്രീ ഷാബു പ്രസാദ്, അടിയന്തരാവസ്ഥ പോലെയുള്ള ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ ഭരണകൂടത്തിന് അനുസൃതമായി കോടതികൾ നിൽക്കുന്നൊരു ഘട്ടത്തിൽ അത് വർഗപരമായി ജനങ്ങൾക്കും അധ്വാനിക്കുന്നതിനും ഒക്കെ എതിരാകുന്ന ഘട്ടത്തിലാണ് അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടായത്. അതവിടെ നിൽക്കട്ടെ. അതിനെ ഇതുമായി കൂട്ടിക്കെട്ടരുത്. എന്റെ ചോദ്യം ഒന്നാണ്. ഒരു വിധിയുമായി ബന്ധപ്പെട്ട ശ്രീ ഷാബു പ്രസാദ്, ഒരു വിധിയുമായി ബന്ധപ്പെട്ട വിയോജിപ്പ്, വിമർശനം നമുക്ക് നടത്താം. പക്ഷെ അതാണോ ഇപ്പോൾ ദുബൈയും ഉപരാഷ്ട്രപതിയും ഈ ശർമ്മയും ഒക്കെ നടത്തിയിരിക്കുന്നത്? അല്ല. ചീഫ് ജസ്റ്റിസിനെ തന്നെ ആക്രമിക്കുകയാണ്. രാജ്യത്ത് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് ചീഫ് ജസ്റ്റിസ് മുഖാന്തരമാണ് എന്ന് പറയുന്നത് എത്രത്തോളം അതിരുകടന്നതാണ് ശ്രീ ഷാബു പ്രസാദ്? ഒന്ന് സ്വതന്ത്രമായി ചിന്തിച്ചു നോക്കും. അല്ല സ്വതന്ത്രമായിട്ട് ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലായി. ഇവിടെ ഇപ്പൊ അജിംഷാദ് ഏതാണ്ട് 25 കിലോ ഘനമുള്ള കുറെ വാക്കുകൾ പറഞ്ഞല്ലോ. വർഗ സമരത്തിന്റെയും വർഗബോധം എന്നൊക്കെ പറഞ്ഞല്ലോ. പറഞ്ഞല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ചില പ്രത്യേക ചരിത്ര പ്രത്യയശാസ്ത്ര പശ്ചാത്തലങ്ങളിൽ അങ്ങനെ ഇങ്ങനെയൊന്നും പറയണ്ട. ഇവിടെ കോടതി നിങ്ങളുടെ പാർട്ടിക്കാരായ കൊലക്കേസിലെ പ്രതികളെ ശിക്ഷിച്ചതിനാണ് ഇവിടെ പ്രകടനം. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കും. താങ്കൾ തന്നെ പറഞ്ഞ ബാബറി മസ്ജിദ് രാമജന്മഭൂമി ഡിസ്പ്യൂട്ട്, ആ ഡിസ്പ്യൂട്ടിന് ഒരു വിധിയെത്തി. ആ വിധിയിൽ പറയുന്നുണ്ട് ഇതിന് ഇന്ന കാര്യങ്ങൾക്ക് തെളിവില്ല, എന്നാൽ പൊളിച്ചത് കണ്ടു, അത് കുറ്റകാരകമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ വിഭജിക്കാം എന്ന് കോടതി കണ്ടെത്തി. ഈ കോടതി വിധിയെ വിമർശിക്കാം. പക്ഷേ ആ കോടതി ജഡ്ജിമെൻ്റ് ഉണ്ടാക്കിയ ജഡ്ജിയെയും കോടതി സംവിധാനത്തെയും ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ മറ്റുള്ളവരോ ഇത്തരത്തിൽ ആക്ഷേപിച്ചിരുന്നെങ്കിൽ എന്താണ് ഷാബു പ്രസാദിൻ്റെയും BJPയുടെ നിലപാട്? അന്ന് ആ സമയത്ത് 5 വർഷം മുമ്പ് 2019 നവംബർ മാസത്തിൽ ഈ രാമജന്മഭൂമി ബാബറി മസ്ജിദ് കേസിലെ വിധി വരുന്ന സമയത്ത് CPM അടക്കമുള്ള സർവ്വ പ്രസ്ഥാനങ്ങളും, സംഘപരിവാർ BJP ഒഴിച്ചുള്ള സർവ്വ ആൾക്കാരും, അതിൻ്റെ അകത്ത് മുസ്ലിം സംഘടനകളുണ്ട്, എല്ലാവരും ഉണ്ട്, ആ കോടതി വിധിയെ നിശിതമായി വിമർശിക്കുകയായിരുന്നു.
ഈ ജഡ്ജി ഇവിടെ കോർട്ടലക്ഷ്യമൊന്നുമില്ല ഇവിടെ. പിന്നെ അതുപോലെ ഈ ജഡ്ജിമാർക്ക് റിട്ടയർമെന്റിന് ശേഷം BJP എന്തൊക്കെയോ ബെനിഫിറ്റ് കൊടുത്ത് അവരെ പ്രലോഭിപ്പിച്ചാണ് ഈ വിധി പറയിച്ചത് എന്നും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അത്തരം രീതിയിൽ കോടതിയെ ആരാക്രമിച്ചാലും അത് ശരിയാണോ? കോടതിയെയും ജഡ്ജിമാരെയും കോടതി സംവിധാനങ്ങളെയും അതിരുവിട്ട് ആ രീതിയിൽ ആക്രമിക്കുന്നത് ശരിയാണോ? അതിന്റെ ഏറ്റവും മൂർത്തിമത് ഭാവമല്ലേ ഇപ്പോൾ കണ്ടത്? ബാബറി മസ്ജിദ് രാമജന്മഭൂമി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് വന്ന വിധിയിൽ ജഡ്ജിമാരെ ഇவ்விധത്തിൽ മറ്റാരെങ്കിലും വിമർശിച്ചിരുന്നെങ്കിൽ ഷാബു പ്രസാദ് അടക്കമുള്ള BJP-ക്കാർ അല്ലെങ്കിൽ BJP സഹയാത്രികർ ഒക്കെ പറയുന്നത് എന്തായിരിക്കും? അവർ രാജ്യദ്രോഹികളാണ് എന്നാണ്. എന്തുകൊണ്ട് ദുബൈയുടെയും ശർമ്മയുടെയും കാര്യത്തിൽ അത് പറയുന്നില്ല? അതാണല്ലോ ദുബൈയുടെ ശർമ്മയുടെ കാര്യത്തിൽ പറഞ്ഞത്. വ്യക്തിപരമത്രേ, എന്തൊരു മധുരകരമായാണ്, വ്യക്തിപരമാണെന്ന്. അങ്ങനെയല്ലല്ലോ, അവർ പറഞ്ഞത് തെറ്റാണ്, അത് ആവർത്തിക്കരുത്, അവർക്കെതിരെ നടപടി ഉണ്ടാകണം എന്ന് പറഞ്ഞോ? അവർക്കെതിരെ BJP നടപടി എടുക്കുന്നത് പറഞ്ഞോ? അവരോടത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഭാഷ പറഞ്ഞു. ശരി, അപ്പോൾ പക്ഷേ ഉപരാഷ്ട്രപതിയുടെ കാര്യത്തിലോ? ഉപരാഷ്ട്രപതി ഭരണഘടനാ സ്ഥാപനമാണ്. അതുകൊണ്ടെന്താ കോടതിക്കെതിരെ പറയുന്ന ആ രീതി ശരിയല്ല? കാരണം ഉപരാഷ്ട്രപതി ആരാണ് ഉപരാഷ്ട്രപതി? ഭരണഘടനാ സ്ഥാപനമാണെങ്കിലും ഉപരാഷ്ട്രപതിയുടെ രാഷ്ട്രീയം എന്താണ്? അതിന്റെ ഉത്തരവാദിത്വം BJP-ക്ക് ധാർമ്മികമായില്ലേ? ഉപരാഷ്ട്രപതിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അങ്ങനെ പറയാൻ പറ്റുന്ന BJP മെമ്പർമാരുടെ കാര്യത്തിൽ പറയുന്നത് മാതിരി ഉപരാഷ്ട്രപതിയുടെ കാര്യത്തിൽ BJP-ക്ക് പറയാൻ കഴിയില്ല. ഉപരാഷ്ട്രപതിയുടെ നിലപാടിനോടോ BJP-യുടെ യോജിപ്പുണ്ടോ? അത് പറയാലോ. ഉപരാഷ്ട്രപതിയെ തിരുത്തുന്നില്ല, ശരി. ഉപരാഷ്ട്രപതി പറഞ്ഞ നിലപാടിനെതിരെ BJP എന്താ പറഞ്ഞത്? ഉപരാഷ്ട്രപതിയുടെ നിലപാടിനോടോ ഉപരാഷ്ട്രപതി പറഞ്ഞ കാര്യങ്ങളോടോ ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞ ആ സ്ഥാനത്തിനെ ബഹുമാനിച്ചുകൊണ്ട് അതിനെ ഡിസ്റ്റൻസ് ചെയ്ത് നിൽക്കാൻ BJP-ക്ക് അല്ല, ഉപരാഷ്ട്രപതിയെ എതിർക്കേണ്ട, നിങ്ങൾ ഭരണഘടനാ സ്ഥാപനമായി കാണുന്നതുകൊണ്ട്. പക്ഷേ എതിർക്കേണ്ട ആവശ്യകത നിയമവിരുദ്ധമല്ല എങ്കിൽ പോലും പോട്ടെ, വാദത്തിന് വേണ്ടി താങ്കളുടെ വാദം അംഗീകരിച്ചാൽ ഞാൻ ആ വാദത്തിന് വേണ്ടി താങ്കളുടെ വാദം ഒന്ന് അംഗീകരിച്ചാൽ, താങ്കളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അത് അംഗീകരിച്ചാൽ, ഈ രാഷ്ട്രപതിയും ഗവർണറെയും തിരുത്താൻ അല്ലെങ്കിൽ നിയമസഭ ഒപ്പിടുന്ന ബില്ലുകൾ അതിന് സമയബന്ധിതമായ അവകാശമുണ്ടത് ഭരണഘടനാ സംബന്ധിയാണ് എന്ന കോടതി വിധിയെ സംബന്ധിച്ച് എന്താണ് BJP-യുടെ അഭിപ്രായം? അതാണല്ലോ ഉപരാഷ്ട്രപതി പറഞ്ഞത്. അപ്പോൾ ആ അഭിപ്രായത്തെ എതിർക്കാമല്ലോ. ആ പറഞ്ഞ കാര്യത്തിൽ അങ്ങനെയല്ല, കോടതിക്ക് അതിന് അവകാശമുണ്ട് എന്ന് പറയാമല്ലോ. അങ്ങനെ പറഞ്ഞോ BJP? അജിം ഷാദെ ആ വിധിയുടെ കാര്യത്തിൽ BJP-യും കേന്ദ്ര ഗവൺമെന്റും എന്താണ് പറഞ്ഞത്? കോടതി വിധിയെ മാനിക്കുന്നു, കോടതി വിധിയെ അംഗീകരിക്കുന്നു തന്നെയാണ്. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് പരിചയമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നിട്ട് ഇനി അതിന്റെ റിവ്യൂ പെറ്റീഷൻ ആ രീതിയിൽ നിയമത്തിൻ്റെതായ വഴികളുണ്ട്, അങ്ങനെയാണ് പോകുന്നത്. അല്ലാതെ കോടതിക്കെതിരെ കൊലവിളിയായിട്ട് തെരുവിലിറങ്ങാനൊന്നും BJP നിന്നിട്ടില്ല, ഒരു കാലത്തും ചെയ്തിട്ടില്ല. അത് നിങ്ങളെ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ശബരിമല വിധിയുടെ ആദ്യഘട്ടത്തിൽ കണ്ടതാണ്. ജനങ്ങളെ ഓർമ്മശക്തിയെ പരിഹസിക്കരുത്. തീർത്തിട്ട് പോകേണ്ട കാര്യമില്ല. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. താങ്കൾക്കും എനിക്കും കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ അറിയാം എന്താണ് ശബരിമലയുടെ ആദ്യഘട്ടത്തിലുള്ള വിധിയുടെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടതെന്ന്. ഹൈക്കോടതിയുടെ അല്ല, സുപ്രീം കോടതിയുടെ. ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് സീരിയസ് ആയിട്ട് തന്നെ വേണ്ട, അത് വിഷയം മാറിപ്പോകുമല്ലോ. ആ കുലത്തിന് കയ്യിലിരിക്കട്ടെ. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. താങ്കൾക്കും എനിക്കും കാണുന്ന ജനങ്ങൾക്കും അറിയാം. ഞാൻ തിരിച്ചെത്താം. അത് നിങ്ങളാണ് അത് നിങ്ങളാണ് ഓർമ്മിച്ചത്, ഞാനല്ല. അത് ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് ഓർത്തേ പറ്റൂ. ഒന്ന് ഓർത്തോളൂ, ഒന്ന് ഓർത്ത് കൈ വെച്ചോളൂ. അല്ലല്ല, ഞാൻ പറയാം. ശ്രീ എ സമ്പത്ത്, ഷാബു പ്രസാദ് അടക്കമുള്ള BJP സഹയാത്രികരും BJP-യും പറയുന്നത് ഇത്തരത്തിൽ കോടതി വിധിക്കും ജഡ്ജിമാർക്കുമെതിരെ, പരമോന്നത കോടതിക്കുമെതിരെ ഒരു വാദം പരസ്യമായി അതിരുവിട്ട് ചെയ്ത MP-മാരെ വിലക്കുന്നു. അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറയുന്നു. അത് BJP-യുടേതല്ലെന്ന് പറയുന്നു. ഒരു ദേശം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ അതല്ലാതെ പിന്നെ അതിനപ്പുറം എന്താണ് ചെയ്യാനാകുന്നത്? അത് സത്യമല്ലേ? അതിനെ എതിർത്തു.
അവരെ വിമർശിച്ചു. അവിടെ തീർന്നില്ലേ ആ സംഭവം, ശ്രീ എ സമ്പത്ത്? അജിംഷാദെ, നമ്മുടെ ബഹുമാനപ്പെട്ട ചങ്ങാതി ശ്രീ ഷാബു പ്രസാദ് ചില ചർച്ചകളിൽ അദ്ദേഹം വലതുപക്ഷ നിരീക്ഷകനാണ്. ഇന്നിപ്പോൾ ചർച്ചയിൽ അദ്ദേഹം BJP സഹയാത്രികനാണ്. വേറെ ചില ചർച്ചകളിൽ BJP എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരിന് താഴെ എഴുതി കാണിക്കാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞൊരു 10 മിനിറ്റായി താങ്കളും അദ്ദേഹവും കൂടി നടത്തിയതായിട്ടുള്ള ഈ ചർച്ചകളിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ എണ്ണയിട്ട് വാഴയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. വിഷയം എന്നത് ഭരണഘടനാപരമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ മോണ്ടസ്ക്യൂവിൻ്റെ തിയറി അനുസരിച്ചുള്ള സെപ്പറേഷൻ ഓഫ് പവേഴ്സിൽ, അത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലത്ത് നിന്ന് അത്തരത്തിൽ രൂപപ്പെട്ടു വന്നത്, എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറിനോട് ഉത്തരവാദിത്വമുള്ളതായിരിക്കണം, ലെജിസ്ലേച്ചർ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളതായിരിക്കണം. ഇന്ന് നമ്മുടെ നാട്ടിലെ പ്രജകളല്ല, പൗരന്മാരാണ്, കൊച്ചു കുട്ടികളടക്കം പൗരന്മാരാണ്, വോട്ടവകാശമില്ല എങ്കിൽ പോലും. ഈ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും അത്തരത്തിൽ നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് കാര്യനിർവഹണ സമിതി എടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ, അങ്ങനെ ബില്ലുകൾ പാസ്സാക്കി അത് നിയമമായി വരുന്നത്, ഇതെല്ലാം ഭരണഘടനയ്ക്ക് വിധേയമാണോ, ഭരണഘടനാ വിരുദ്ധമാണോ, മൗലികാവകാശങ്ങളുടെ ലംഘനമാണോ, ഇത്തരം വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ റിവ്യൂ നടത്തുന്നതിന് സുപ്രീം കോടതിയുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് വരെ ചോദ്യം ചെയ്താൽ അത് തെരഞ്ഞെടുപ്പ് നിയമവിരുദ്ധമായിട്ടാണ് എങ്കിൽ, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമുണ്ടെങ്കിൽ അത് അസാധുവാക്കാൻ വരെ അധികാരമുള്ള, ലോകത്തിലെ ഏറ്റവും കൂടുതൽ അധികാരങ്ങളുള്ള ഒരു കോടതിയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി. സുപ്രീം കോടതി പലപ്പോഴും അതിപ്പോൾ ഭരണകൂടം എന്നത് ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും അഭിഭാഷകൻ എന്നുള്ള നിലയിലും എൻ്റെ അന്നം എന്നത് മൈ ഡെയിലി ബ്രെഡ് എന്നുള്ളത് ഞാൻ ഒരു അഭിഭാഷകനായി ഞാൻ ജോലി ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയും, ഈ ഭരണകൂടത്തിൻ്റെതായ വർഗ സ്വഭാവത്തിൽ നിന്ന് ജുഡീഷ്യറിയും വ്യത്യസ്തമല്ല. അത് ലെജിസ്ലേച്ചർ ആയാലും എക്സിക്യൂട്ടീവ് ആയാലും ജുഡീഷ്യറി ആയാലും വ്യത്യസ്തമല്ല. ഭരണകൂടത്തിൻ്റെതായ ഒരു വർഗ സ്വഭാവമുണ്ട്. അതിന് ഷാബു പ്രസാദ്, എൻ്റെ ബഹുമാന്യനായ ചങ്ങാതി, എന്നെ എങ്ങനെ കളിയാക്കിയിരുന്നാലും അതങ്ങനെ തന്നെയാണ്. സത്യമല്ലാതാകുന്നില്ല. ഇവിടെ നമ്മൾ ഈ പറയുന്നതായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 5 ഭാഗം 5, ആ 5-ലാണ് യൂണിയനെ സംബന്ധിച്ച് പറയുന്നത്. യൂണിയനെ സംബന്ധിച്ച് പറയുന്നതിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പാർലമെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രതിപാദിച്ചു പോവുകയാണ്. ഒരു പാർലമെൻ്റ് അംഗം ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കുന്ന ആളാണോ അല്ലയോ? തിരഞ്ഞെടുക്കപ്പെടുന്ന നിമിഷം മുതൽ രാജ്യസഭാംഗവും ലോക്സഭാംഗവും ഭരണഘടനാ ചുമതല നിർവഹിക്കുന്ന ആളാണ്. അതായത് ഭരണഘടനാ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നവരാണ്. ഭരണഘടനാ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണല്ലോ ഉപരാഷ്ട്രപതിയും അടക്കം വരിക. ഭരണഘടനാ സ്ഥാപനം കൂടിയാണ്. എങ്ങനെ? ഓഫീസ് ഓഫ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ യൂണിയൻ എന്നാണ് പറയുക. ഭാഗം 5 യൂണിയൻ ഓഫ് ഇന്ത്യ, അതിൽ ചാപ്റ്റർ 1 അധ്യായം 1. നമ്മുടെ പ്രേക്ഷകരും ഭരണഘടനയെക്കുറിച്ച് കൂടി അറിയണമല്ലോ. നമ്മളിപ്പോൾ വേറെ എന്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്നാലും, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ആരൊക്കെ തമ്മിൽ ഉണ്ടായിരുന്നാലും ഭരണഘടന അല്ലാതാകുന്നില്ല. എത്രമാത്രം അട്ടിമറിക്കാനായി ആരെല്ലാം എങ്ങനെ ശ്രമിച്ചിരുന്നാലും ഈ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് അത് അഭംഗുര മനുഷ്യത്വം തുടർന്നേ മതിയാകൂ എന്നുള്ളത് സുപ്രീം കോടതിയുടെ തന്നെ ഉത്തരവാണ്. ഇനി എല്ലാ രാജ്യസഭാ അംഗങ്ങളും എല്ലാ ലോക്സഭാ അംഗങ്ങളും കൂടി വിചാരിച്ചാൽ പോലും ഇന്ത്യയുടെ ഈ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മാറ്റമുണ്ടാക്കാൻ കഴിയില്ല. ഭേദഗതികൾ കൊണ്ടുവരുന്നത് കൊണ്ട് ഒരു ശില്പം അവിടെ ഉണ്ട്, ഒരു പ്രതിമ അവിടെ ഉണ്ട്. അങ്ങനെ നോക്കിയാലേ അജിംഷാദെ, ഒരു പ്രതിമ അവിടെയുണ്ട്, ഒരു ശില്പം അവിടെയുണ്ട്. നമുക്കതിൽ ഭേദഗതികൾ വരുത്തുന്നത് കൊണ്ട് അതിൻ്റെ കൈയങ്ങ് മാറ്റാം, കാലങ്ങ് മാറ്റാം, അതിൻ്റെ തലയങ്ങ് മാറ്റാം. ഇതാണ് ഭേദഗതി എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരാനായി കഴിയില്ല. സുപ്രീം കോടതിയിൽ അന്നുണ്ടായ വാദത്തെ സംബന്ധിച്ച് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ആർട്ടിക്കിൾ 63 എടുക്കുക, അനുച്ഛേദം 63. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 63 അനുച്ഛേദം 63 ഉപരാഷ്ട്രപതിയെക്കുറിച്ചാണ് പറയുന്നത്, വൈസ് പ്രസിഡൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. വൈസ് പ്രസിഡൻറ്റിനെ കുറിച്ച് അപ്പോൾ ശ്രീ ധൻഖറിനെ കുറിച്ചാണല്ലോ ഒരു പരാമർശം ഇവിടെ വന്നത്. അദ്ദേഹം സഭയിലില്ലാത്ത ആളുകളെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ വൈസ് പ്രസിഡൻറ്റ്, ദേർ ഷാൽ ബി എ വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ എന്നുള്ളതിൽ പറയുമ്പോൾ 65(1) അനുച്ഛേദം ഇങ്ങനെയാണ് പറയുന്നത്. 65(1) ഇൻ ദ ഈവൻറ്റ് ഓഫ് the occurrence of any vacancy in the office of the president by reason of his death, resignation or removal or otherwise, the vice president shall act as president until the date on which a new president elected in accordance with the provisions of this chapter to fill such vacancy enters upon his office.
അതായത് ഇന്ത്യയുടെ പ്രസിഡന്റ്, രാഷ്ട്രപതി അങ്ങനെ ആ ഒരാൾ അവിടെ ഇല്ലാതാകുന്നു എങ്കിൽ ഉപരാഷ്ട്രപതി അപ്പോൾ തന്നെ ആ പാദുകത്തിലേക്ക് അണിയുകയും ആ സ്ഥാനത്തേക്ക് ആ കസേരയിൽ ഉപവിഷ്ടനാവുകയും ആ ചുമതലകൾ നിർവഹിക്കുകയും ചെയ്യുമ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടെ സത്യപ്രതിജ്ഞ ചെയ്തു കൊടുക്കാൻ, ചൊല്ലിക്കൊടുക്കാൻ ഉത്തരവാദപ്പെട്ടയാളാണ് ആരാ? ഉപരാഷ്ട്രപതി. ആ ഉപരാഷ്ട്രപതി എന്ന ഭരണഘടനാ സ്ഥാപനം എന്താ പറയുന്നത്? ഇന്ത്യയിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഉപരാഷ്ട്രപതിമാർ അത്തരത്തിൽ, പ്രധാനമന്ത്രിമാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരിക്കും, വ്യംഗ്യമായോ നേരിട്ടല്ലാതെയോ. അടുത്ത കാലത്താണ് നേരിട്ട് ചില കാര്യങ്ങൾ. ശരി, പാർലമെൻറ്റിനകത്ത് ചില അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ, പ്രസംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രസംഗങ്ങൾ ജഡ്ജിമാരെ സംബന്ധിച്ച് വ്യക്തിപരമായി പരാമർശിക്കുന്ന നിലയിലോ ജുഡീഷ്യറിയുടെ അതിൻ്റെ ആ ഭരണഘടനാ മഹത്വത്തിന് ഇടിവ് സംഭവിക്കാൻ സാധ്യതയുള്ള നിലയിലേക്ക് വാക്കുകൾ പുറത്തു വരുന്നു എന്ന് സഭാധ്യക്ഷന്, സ്പീക്കറോ ചെയറിന് തോന്നിയാൽ അപ്പോൾ തന്നെ അവിടെ ഇടപെടുകയും നിയന്ത്രിക്കുകയും പറഞ്ഞാൽ രേഖകളിൽ നീക്കം ചെയ്യുകയും ചെയ്യും. ഇതാണ് പാർലമെൻറ്റിലുള്ള പ്രൊസീജിയർ. ഇത് ഭരണഘടന എഴുതി വെച്ചിട്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ, ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. എൻ്റെ അനുഭവത്തിൽ നിന്നുകൂടിയാണത് പറഞ്ഞത്. ഇവിടെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി തന്നെ ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം, അദ്ദേഹം ഇങ്ങനെ ഒരു വാതിലിങ്ങനെ തുറന്നിട്ട് കൊടുക്കുകയാണ്. നിങ്ങളെല്ലാവരും മുമ്പേ ഗമിച്ചിടുന്ന ഗോവ് തന്നെയുടെ പിന്നാലെ ഗമിച്ചിടുന്ന ബഹുഗോക്കളെല്ലാം എന്നുള്ളത് പോലെ നിങ്ങളായിക്കോളൂ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇവിടെ ഇദ്ദേഹം ഇത് മാത്രമാണോ ചെയ്തത്? ഇത് മാത്രമല്ല ചെയ്തത്. തൻ്റെ സഭയിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൽ അവിടെ പറയേണ്ടതും അവിടെ അംഗങ്ങളെ സംബന്ധിച്ച് പറയേണ്ടതോ അല്ലെങ്കിൽ അവിടെ അവരെ സംബന്ധിച്ച് പരാമർശിക്കേണ്ടതോ ആയ കാര്യങ്ങൾ സഭയ്ക്ക് വെളിയിൽ വന്നിട്ട് പൊതുയോഗത്തിൽ പറയുന്ന നിലയിലേക്ക് അങ്ങനെ മാറുന്ന സ്ഥിതിയിലേക്ക് ഇതും അവിടെ ഉണ്ടായി. തീരുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ച്. പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. 16-24 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, 16 എണ്ണത്തിൻ്റെ അധ്യക്ഷന്മാർ ലോക്സഭാ അംഗങ്ങളും 8 എണ്ണത്തിൻ്റേത് രാജ്യസഭാ അംഗങ്ങളും. ചില പ്രധാനപ്പെട്ട പാർലമെൻ്ററി സമിതികളുടെ സെക്രട്ടേറിയറ്റിൻ്റെ അതിൻ്റെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായി തൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളെ നിയോഗിച്ചു. ഈ നമ്മുടെ ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ പാർലമെൻ്ററി സമ്പ്രദായത്തിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമമല്ലേ? സെക്രട്ടേറിയറ്റ്, ലോക്സഭാ സെക്രട്ടേറിയറ്റിലെയും രാജ്യസഭാ സെക്രട്ടേറിയറ്റിലെയും ജീവനക്കാരും ഓഫീസർമാരും ചെയ്യേണ്ട പണി പാർലമെൻറ്റ് അംഗം പോലുമല്ലാത്ത ഉപരാഷ്ട്രപതി ഇത്തരത്തിൽ കൈയാളുന്ന നിലയിലേക്ക് അവിടെ വന്നു. ഇന്ന് നിഷികാന്ത് ദുബെ നടത്തിയതായ പ്രസ്താവന, അപ്പോൾ അദ്ദേഹത്തിനെതിരായി കോടതി ക്രിമിനൽ കണ്ടംപ്റ്റ് ഓഫ് ആക്ഷൻ അത്തരത്തിൽ അങ്ങനെ അത് വേണമെന്നുള്ള നിലയിലേക്ക് ഒരു അഭിഭാഷകൻ തന്നെ അറ്റോർണി ജനറലിന് കത്ത് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായി അറ്റോർണി ജനറൽ ഇക്കാര്യത്തെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള നിയമ നടപടികൾ അങ്ങനെ നടക്കുന്നെങ്കിൽ ആയിക്കോട്ടെ. സുപ്രീം കോടതി സുവമോട്ടോ അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇവിടെ വാസ്തവത്തിൽ ഇങ്ങനെ ശ്രീ നിഷികാന്ത് ദുബെയിൽ നിന്ന് പരാമർശം ഉണ്ടാവാൻ പാടില്ല. BJP ഓൺ ചെയ്യുന്നോ ഡിസോൺ ചെയ്യുന്നോ എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊന്നത് BJP എപ്പോഴെങ്കിലും അത് നല്ലതാണ്, ഇത് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇത് ഞങ്ങളുടെ ആളുകളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എന്തായിരുന്നു? ഈ 48 മണിക്കൂറിന് മുമ്പല്ലേ, ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് തലേന്നല്ലേ അതിലെ പ്രധാനപ്പെട്ട പ്രതിയെ തുറന്നുവിട്ടത്, മാലയിട്ട് സ്വീകരിച്ച് പുറത്തുവിട്ടത്? BJP എപ്പോഴാണ് തള്ളിപ്പറഞ്ഞത്? ബിൽക്കിസ് ബാനുവിൻ്റെ കേസിനെ എപ്പോഴാണ് തള്ളിപ്പറഞ്ഞത്? എപ്പോഴാണ് ഗുജറാത്തിലെ കൂട്ടക്കൊലയെ തള്ളിപ്പറഞ്ഞത്? എപ്പോഴാണ് അവർ ഈ കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായിരുന്നല്ലോ കൊല്ലപ്പെട്ടു പോയ അല്ലേ അവിടെ ഗുജറാത്തിൽ നിന്ന് മറന്നുപോയതല്ല. ഈ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടവന് എന്തോ പറഞ്ഞു, ജാഫ്രി ഇടപെട്ടതാണോ? അതല്ല, ഞാൻ MP-യുടെ പേര് പറഞ്ഞതാണ്. ഇഷാൻ ജാഫ്രിയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അതെ, ഇഷാൻ ജാഫ്രിയുടെ വിധവ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ അടുത്തിടയ്ക്കാണ് മരണപ്പെട്ടത്. ഷാലിമാർ എന്ന തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റേത് BJP എവിടെ തള്ളി പറഞ്ഞ് ഇനി ഇതുകൊണ്ട് മാത്രം തീരുന്നോ? ഇല്ലല്ലോ. മാധ്യമപ്രവർത്തകരടക്കം കൊല്ലപ്പെട്ടത്, ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടത്, ദബോൾക്കർ കൊല്ലപ്പെട്ടത്, ഗോവിന്ദ പൻസാര കൊല്ലപ്പെട്ടത് എപ്പോഴാണ് തള്ളിപ്പറഞ്ഞത്? എവിടെയാണ് തള്ളിപ്പറഞ്ഞത്? ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ തലയ്ക്ക് 2 കോടി രൂപ വിലയിട്ടു ഒരു RSS നേതാവ്. എപ്പോഴാണ് RSSൻ്റെ നേതാക്കൾ ഈ പറയുന്ന BJPയുടെ നേതാക്കൾ തള്ളിപ്പറഞ്ഞത്? ഞങ്ങളാരും പറഞ്ഞിട്ടല്ല ഇതിനെ ഞങ്ങൾ തള്ളിപ്പറയണമെന്ന് എപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്? അവരൊരിക്കലും ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. കാരണം ഒരു കിനാവള്ളിയുടെ ഒരു ഒക്ടോപ്പസിൻ്റെ ഒരു കരം ചെയ്യുന്നത് മറ്റൊരു കരം അറിയേണ്ടതില്ല, അങ്ങ് ചെയ്തുകൊള്ളുക എന്നുള്ള നിലയിലാണ്. ഇതെല്ലാം കരങ്ങളാണ്, അത്രയേ ഉള്ളൂ. ആ കരങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പലപ്പോഴായി. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ അടിസ്ഥാന ശിലകളെ തകർക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായി ഇനി ജുഡീഷ്യറി അടക്കം വിരട്ടി പരിധിയിലാക്കാമോ അതാണ് ചോദ്യം. ഇന്ത്യൻ ജുഡീഷ്യറിയെ കുറേ നാളായി ഇവരിങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ തിരിച്ചെത്താം. അതായത് ശ്രീ M. ജയചന്ദ്രൻ പത്രഭാഷയിൽ CBI ED ഒക്കെ കൂട്ടിലാക്കി.
പക്ഷേ കോടതിയും ജുഡീഷ്യറിയുമാണ് ഒരു വ്യതിരിക്തമായ പൊസിഷനിൽ നിൽക്കുന്നത്. ഇവിടെ നേരത്തെ ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ ഈ മോണ്ടസ്ക്യൂവിൻ്റെ തന്നെ തിയറി പ്രകാരം ഒരു എസ്റ്റേറ്റും ഈ സെപ്പറേഷൻ ഓഫ് പവറിൽ ഒരു എസ്റ്റേറ്റും അബ്സല്യൂട്ട് പവർ വഹിക്കുന്നില്ല. അങ്ങനെ ഒരാളും ഒന്നിനു മേലാകാത്ത വിധം വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനെയൊക്കെ നിർവഹിക്കാനും നിർവചിക്കാനും കൃത്യമായി ഈ ഭരണഘടനയെ സംരക്ഷിക്കാനുമുള്ള ഒരു സംവിധാനമായി കോടതി നിൽക്കുകയാണ്. അത് കോടതിയുടെ മാത്രം എക്സ്ക്ലൂസീവായ ഒരു അധികാരമാണ്. മറ്റുള്ളതൊക്കെ അവകാശമായി നിൽക്കുമ്പോൾ തന്നെ ഒരു അധികാരമാണ്. ഇവിടെ നോക്കൂ, പറയുന്ന കാര്യം ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? അയാളെ വിമർശിക്കാമോ? ഇതേതാണ്ട് കുടുംബകാര്യം പോലെയാണ്. ഞാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു, അതുകൊണ്ട് എന്നെ വിമർശിക്കരുത്, അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യം ചെയ്താൽ അദ്ദേഹത്തെ വിമർശിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജഡ്ജിമാരെ വിരട്ടുകയാണ്. ഈ ഖന്ന തന്നെയാണ് ഇത്തരം മുർഷിദാബാദിലടക്കമുള്ള വിഷയങ്ങളിൽ ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള കാരണമെന്ന് പരസ്യമായി പറയുക വഴി എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അതാണ് ശ്രീ സമ്പത്തമ്പി അടിവരയിട്ടത്. ഭീഷണിപ്പെടുത്തുകയാണ്. അതെ 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 അജിംഷാദെ, ഇത് അടിസ്ഥാനപരമായി പ്രശ്നം മറ്റൊന്നാണ്. ഈ അടിസ്ഥാന പ്രമാണമാണ്, ഇന്ത്യൻ ജുഡീഷ്യറിയുടെ അടിസ്ഥാന പ്രമാണത്തിൽ തന്നെ പറയുന്ന ചില ആധികാരികമായ വസ്തുതകളുണ്ടല്ലോ. നിരീക്ഷണങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്, വസ്തുതകൾ. അതിൽ ഏറ്റവും സുപ്രധാനമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, പൊതുവിലെല്ലാവരും അംഗീകരിക്കുന്നതും ആയിട്ടുള്ള ഒരു പ്രമാണം, കോടതികൾ ചെയ്യുന്നത് നിയമനിർമ്മാണങ്ങളല്ല. നിയമനിർമ്മാണങ്ങളെ വ്യാഖ്യാനിക്കുന്ന ജോലിയാണ്, ആ ഉത്തരവാദിത്വമാണ് കോടതികൾ, സുപ്രീം കോടതി അടക്കം ചെയ്തു പോരുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു അടിസ്ഥാന പ്രമാണവുമാണത്. ഇവിടെയും അതുതന്നെയാണല്ലോ ചെയ്തത് സുപ്രീം കോടതി. ആ അടിസ്ഥാന പ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് യാതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നേരിട്ട് സുപ്രീം കോടതിയുടെ അത്തരത്തിലുള്ള അധികാരങ്ങളെ വളരെ ഈ ആഭാസകരമായ പാർലമെൻ്ററിയന്മാർ എന്ന് പറയുന്ന ജനപ്രതിനിധികൾക്ക് ഉണ്ടാവേണ്ട അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് അവർ വിവേകമതികളായിരിക്കണം എന്നുള്ളതാണ്. അതിനു പകരം ആഭാസകരമായ നിലയിൽ കോടതി നിയമനിർമ്മാണം പോലും നടത്തുന്ന നിലയിലേക്ക് മാറുകയാണ് എന്ന് തുറന്നടിച്ച് ആക്രമണോത്സുകമായി പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആഭാസകരമായ വർത്തമാനം പറയുന്ന നിലയിലേക്ക് പാർലമെൻറ്റേറിയന്മാർ മാറുന്നു. അത് BJPയുടെ നിഷികാന്ത് ദുബെ ആണെങ്കിലും മറ്റേ ശർമ്മയുണ്ടല്ലോ, ദിനേശ് ശർമ്മയാണെങ്കിലും അത് തന്നെയാണ് ചെയ്യുന്നത്. ചെയ്യുമ്പോൾ എന്താണ് നേതൃത്വം പറയുന്നത്? അത് നിഷികാന്ത് ദുബെയുടെ പ്രസ്താവന തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്നില്ല. പക്ഷേ BJP ആ പ്രസ്താവന ഓൺ ചെയ്യുന്നതേയില്ല, തള്ളിക്കളയുന്നു എന്നാണ് JP നദ്ദ പറയുന്നത്. അവിടെയാണ് തർക്കമുള്ളത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ തർക്കിക്കുന്നത്, എനിക്ക് വിയോജിപ്പുള്ളത്, സ്ട്രോങ് ഡിസ്കണ്ടൻ്റ് ഉള്ളത് അവിടെയാണ്, അല്ലെങ്കിൽ റിജോയിൻഡർ ഉള്ളത് അവിടെയാണ്. കാരണം ഇത് അത് അദ്ദേഹം നമ്മുടെ സമ്പത്ത് അത് പറഞ്ഞു. അത് സംബന്ധിച്ച് അദ്ദേഹം ദീർഘകാലം MP ആയിരുന്ന വ്യക്തിയും കൂടെയാണല്ലോ. അദ്ദേഹം അത് പറയുകയും ചെയ്തു. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ഈ വിഷയത്തിൻ്റെ കാതലായി കിടക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഇവർക്കുണ്ടാവുന്ന BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്കും അത് നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റിനും ഉണ്ടാവുന്ന അസ്വസ്ഥതകൾ, അസഹിഷ്ണുതകൾ വളരെ വലിയ ഫ്രസ്ട്രേഷനായിട്ട് പുറത്തേക്ക് വരുന്നു. ആ ഫ്രസ്ട്രേഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ജനാധിപത്യപരമായി കോടതികൾ ഇടപെടുന്ന രീതി അവർക്ക് ഒട്ടും രുചിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ വരുന്ന അടുത്ത ഭാഗമുണ്ട് അതിൻ്റെ, എന്തുകൊണ്ടാണിത് എന്നുള്ളത് അന്വേഷിക്കേണ്ടി വരും. ഇപ്പോൾ ഉപരാഷ്ട്രപതിയുടെ കാര്യം പറഞ്ഞു, വൈസ് പ്രസിഡൻ്റിൻ്റെ കാര്യം പറഞ്ഞു. വൈസ് പ്രസിഡൻറ്റിന് ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ അടക്കമുള്ള വിപുലമായ അധികാരങ്ങളുള്ള പദവിയാണ് വൈസ് പ്രസിഡൻ്റേത്. പക്ഷേ നമ്മൾ സാധാരണ പൗരന്മാർ അന്വേഷിക്കുന്ന എന്താണ്? ഈ വിമർശനങ്ങളുടെ ലക്ഷ്യം എന്താണ്? പ്രത്യക്ഷത്തിൽ നമ്മളതാണ് അന്വേഷിക്കുന്നത്. ഞാനും താങ്കളും പ്രിയ സുഹൃത്ത് ഷാബു പ്രസാദും ശ്രീ A സമ്പത്തും ഒക്കെ ഇത്തരം വിമർശനങ്ങൾ വരുമ്പോൾ ഈ വിമർശനങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ളതാണ് ആരും അന്വേഷിക്കുക. ആ അന്വേഷണത്തിൽ എന്താണ് നമുക്ക് മറുപടി കിട്ടുക? ഇത് BJP നേതൃത്വം ആഗ്രഹിക്കാത്ത കാര്യമാണെന്നോ
BJP ഇത്തരം വിമർശനങ്ങളെ തെല്ലും പക്ഷേ അത് BJP വിരുദ്ധമായ പക്ഷത്ത് നിൽക്കുന്നവരുടെ വ്യാഖ്യാനമല്ലേ? BJP ഇവിടെ ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചു, ഈ കാര്യങ്ങൾ ചരിത്രത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിരത്തിക്കൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചു ചില കാര്യങ്ങൾ. കാരണം ഏത് ഘട്ടത്തിലാണ് സംഘപരിവാർ ഇത്തരത്തിലുള്ള ചെയ്തികളെ എതിർത്തിട്ടുള്ളത്, ഇതൊക്കെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ശരിയാണ്, അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷേ BJPയുടെ എതിർചേരിയിൽ നിൽക്കുന്നവരുടെ വ്യാഖ്യാനം മാത്രമല്ലേ അത്? ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്, തങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റേതല്ല എന്ന് നദ്ദ തന്നെ രംഗത്തെത്തി പറയുന്നതോടുകൂടി ആ പ്രസ്ഥാനത്തിന് കൈയൊഴിയാനാകില്ലേ? പിന്നെന്താണ് ഒരു പ്രസ്ഥാനത്തിന് ചെയ്യാനാവുക? ശ്രീ ജയചന്ദ്രൻ. അല്ല അജിം ഷാദ്, ഞാൻ പറഞ്ഞില്ലേ, പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യ സംവിധാനങ്ങൾ ഏതിനെയും വിമർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതിലൊന്നും തെറ്റ് കാണുന്ന ആളേ അല്ല ഞാൻ. ജഗ്ദീപ് ധൻഖർ എന്ന വൈസ് പ്രസിഡന്റ് വിമർശിക്കാം, നിഷികാന്ത് ദുബെ എന്ന MP-ക്ക് വിമർശിക്കാം, ദിനേശ് ശർമ്മ എന്ന MP-ക്ക് വിമർശിക്കാം, എനിക്ക് വിമർശിക്കാം. നമുക്ക് ആർക്കും വിമർശിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ടെന്നേ. പക്ഷേ അതേസമയം തന്നെ മറ്റൊരു കാര്യമുണ്ട്. പാർലമെൻ്ററി രാഷ്ട്രീയം എന്ന് പറയുന്നത് ഭരണവ്യവസ്ഥയായി അംഗീകരിച്ച രാഷ്ട്രമാണ് ഇന്ത്യ. അത് അടിസ്ഥാന പ്രമാണമാണ്. പാർലമെൻ്ററി ജനാധിപത്യം ഭരണവ്യവസ്ഥയായി അംഗീകരിച്ച നാടാണ് ഈ ഇന്ത്യ. അപ്പോൾ ഇവിടെ പാർലമെൻറ്റിൽ രാജ്യത്ത് ഏറ്റവും പരമപ്രധാനമായി നിലനിൽക്കുന്നത് എന്താണ്? സംശയമൊന്നുമില്ലാതെ എല്ലാവർക്കും അറിയാം, അത് ഭരണഘടനയാണ്. ആ ഭരണഘടനാപരമായ കാര്യങ്ങൾ നിർവഹിക്കാനാണ് ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളെയും ചുമതലപ്പെടുത്തിയിട്ടുള്ളത്, ഏർപ്പെടുത്തിയിട്ടുള്ളത്. അവിടെയാണ് തർക്കം. അവിടെ നിൽക്കുന്നവർ വിമർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അജിം ഷാദെ. പക്ഷേ ആ വിമർശനത്തിന് എല്ലാവർക്കും അവരവരുടെ പരിധിയുണ്ട്. ആ പരിധിക്കകത്ത് നിന്ന് വിമർശിക്കുമ്പോഴാണ് വിമർശനം സത്യസന്ധമാകുന്നത്, യുക്തിസഹമാകുന്നത്. വിമർശനത്തിൻ്റെ ലക്ഷ്യങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, വിമർശനത്തിൻ്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ആർക്കും സംശയമില്ലാതെയാവുന്നത്. ഇവിടെ അതല്ല. വിമർശനത്തിലെ ലക്ഷ്യങ്ങൾ തികച്ചും സംശയാസ്പദമാവുന്നത് താങ്കൾ ചൂണ്ടിക്കാണിച്ച BJPയുടെ ആണെങ്കിലും അവർക്ക് അതിന് മുകളിൽ നിൽക്കുന്ന RSS എന്ന വലിയ അംബ്രലയുടെ ആണെങ്കിലും ഒക്കെ അസഹിഷ്ണുത, ഈ ഫ്രസ്ട്രേഷൻ, അത് പല നിലയ്ക്കാണ് പുറത്തു വരുന്നത്. അത് പുറത്തു വരുന്നതിന് ഭാഗമായിട്ടാണ് വിമർശന ലക്ഷ്യങ്ങൾ നമ്മളെപ്പോഴും സംശയാസ്പദമായി കാണുന്നത്. അത് ഈ വീണ്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ് അജിം ഷാദെ. വിമർശന ലക്ഷ്യങ്ങൾ എന്താണ് ഇവരുടേത്? ആ വിമർശന ലക്ഷ്യങ്ങളിൽ ഇവർ കാണുന്നത് എന്താണ്? ആരെയാണ് ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴാണ് കഴിഞ്ഞ 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത ഇവരെങ്ങോട്ടാണ് പോകുന്നത്. രാജസ്ഥാനിൽ ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതി ഉണ്ടല്ലോ, ഈ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ആ പ്ലേറ്റ് തന്നെ മൊത്തം മാറ്റി വെച്ചു. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് മൊത്തം BJP ഹാൻഡിലുകളും ആവർത്തിച്ച് നമ്മളോട് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് പക്ഷേ ജനങ്ങൾ ഏറ്റെടുത്തു വലിയ തോതിൽ. അതുതന്നെ UPയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ഉണ്ടായി, നിരവധി ഭാഗങ്ങളിലതുണ്ടായി. ഇത്തരത്തിൽ ഭരണഘടനയെ കവർച്ച ചെയ്യാനാണ്, അല്ലെങ്കിൽ ഭരണഘടനയെ അതിലംഘിക്കാനാണ് ഇവർ വരുന്നത് എന്നുള്ള ബോധം ഉണ്ടായത് നമ്മൾ പറയുന്ന പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്ത സാധാരണക്കാരായ ഉത്തരേന്ത്യക്കാർക്കാണത് ഉണ്ടായത് കൂടുതൽ. അതിൻ്റെ ഭാഗമാണ് BJPക്ക് സംഭവിച്ച തിരിച്ചടിയെന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതിനകത്ത് തെറ്റും ശരിയുണ്ടാവാം. അത് ഈ നമ്മുടെ ചർച്ചയുടെ പരിധിക്കകത്ത് കടന്നു വരുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിൽ കൂടുതൽ പോകുന്നില്ല. പക്ഷേ അപ്പോഴും ഞാൻ ഊന്നി പറയുക, ഇപ്പോഴത്തെ ഈ ചർച്ചയുടെ എല്ലാം കാതൽ നിൽക്കുന്നത് ഒരേ ഒരു കാര്യത്തിലാണ്. ഇവരുടെ വിമർശനത്തിൽ ലക്ഷ്യം എന്താണ്? അതാണ് ശ്രീ ഷാബു പ്രസാദ്, അതിലേക്ക് തന്നെയാണ് ഡയറക്റ്റ് വരുന്നത്. എപ്പോഴും ഒരേ ഒരു കാര്യത്തിലാണ്. അതാണ് ഈ സംഘപരിവാർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? മറ്റുള്ള പലരെയും കൊണ്ട് RSS അല്ലെങ്കിൽ സംഘപരിവാർ അല്ലെങ്കിൽ BJPയുടെ അധികാര കേന്ദ്രം അവർക്ക് പറയാനാകാത്തത് ചെയ്യിപ്പിക്കുകയും പറയിപ്പിക്കുകയും ചെയ്യുന്നു. അതൊരു ലിറ്റ്മസ് ടെസ്റ്റായി പല ഘട്ടങ്ങളിലും RSSൻ്റെയും BJPയുടെയും ഒക്കെ ചെയ്തികളിൽ വായിച്ചെടുക്കാം. ഇപ്പോൾ ഏറ്റവും ചെറിയൊരു ഉദാഹരണം തന്നെ ഇവിടെ പറഞ്ഞ കാര്യം, ഈ ഗാന്ധിജിയെ പുനർവധം ചെയ്യുന്ന വ്യക്തി ആരാണ്? ഗോഡ്സെയെ ന്യായീകരിക്കുന്നത് ആരാണ്? ഗോഡ്സെയെ പ്രകീർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നത് ആരാണ്? ഇതിനൊന്നും പരസ്യമായി BJP ഓൺ ചെയ്യുന്നില്ല. പക്ഷേ ഇൻഡയറക്റ്റായി ഇതിനോടുള്ള സമീപനം എന്ത് എന്ന് സംശയിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ UPയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ഹോളിക്ക് മറ്റ് മതക്കാർ പുറത്തിറങ്ങുന്നത് എന്തിന് എന്ന് ചോദിച്ചതിന് ക്ലീൻ ചിറ്റ് നൽകുകയാണ്. അപ്പോൾ ഇത്തരം വിധ്വംസാത്മകമായ വശങ്ങൾ പറയുന്നവരോടൊക്കെ അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കുകയും ഇങ്ങനെ ഡയറക്റ്റായിട്ട് പറയുന്ന പല കാര്യങ്ങളിലും
ഓൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിനോടൊരു തന്ത്രം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ലക്ഷ്യം മറ്റെന്തോ ആണ് എന്ന് ബി ജെ പിയെ സംബന്ധിച്ച് മറ്റാരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. ഷാബു പ്രസാദ്, താങ്കളൊരു ബി ജെ പി അല്ല, ബി ജെ പി സഹയാത്രികനാണല്ലോ. അതുകൊണ്ട് താങ്കൾക്ക് ധൈര്യമായ ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു സ്വതന്ത്ര നിരീക്ഷണം നടത്താവുന്നതാണെന്ന് തോന്നുന്നു. അജിംഷാദെ, എനിക്ക് ഒരുപാട് നിങ്ങൾ 3 പേരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള അല്ലല്ല, നിങ്ങളും ഉണ്ട്. നിങ്ങളെ ഞാൻ അതിൻ്റെ അകത്ത് തന്നെയാണ് എടുത്തുന്നത്. കാര്യം അവരെക്കാട്ടും ശക്തമായിട്ട് പറയുന്നത് നിങ്ങളാണ്. ആ പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നെങ്കിലും കണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇല്ല, അത് ചർച്ചയുടെ സങ്കേതം. താങ്കളോടും ഞാൻ എതിര് ചോദിക്കും, മറ്റുള്ളവരോടും എതിര് ചോദിക്കും. അത് ചർച്ചയുടെ ഒരു സങ്കേതമാണ്. നമ്മൾ ഭരണം പ്രതിപക്ഷം എന്ന് പറയുന്നത് പോലെ. ഓക്കെ 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 ശരി ശരി ശരി. അപ്പം ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ സംസാരിക്കുമ്പോൾ അനാവശ്യമായി ഇടപെടാതെ മറ്റുള്ളവർക്ക് കൊടുത്ത ആ മര്യാദ എന്നോടും കാണിക്കണം. എന്നെ കാണിക്കണം. ഇനി ഇടപെട്ട് എന്നെ വെറുതെ നിർത്തി ഞാൻ ഇറങ്ങിപ്പോകും. ഞാൻ നേരത്തെ പറയുകയാണ്, താങ്കൾ എന്റെ സുഹൃത്താണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ആദ്യമേ ഞാൻ ബഹുമാനപ്പെട്ട സമ്പത്തിന്റെ ഒരു കാര്യം, സമ്പത്ത് ഇവിടെ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ചില ചർച്ചകളിൽ BJP സഹയാത്രികനാണ്, ചില ചർച്ചകളിൽ വലത് നിരീക്ഷകനാണ്, ചില ചർച്ചകളിൽ BJP എന്ന് തന്നെ കാണാറുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ദൃഷ്ടിയിൽ അത് പെടുന്നുണ്ടെങ്കിൽ ഞാൻ അന്നേരം തന്നെ അത് തിരുത്താറുണ്ട്. കാരണം ഞാൻ BJPയുടെ ഔദ്യോഗികമായിട്ടല്ല വന്നിരിക്കുന്നത്. കാര്യം BJP എന്നെ ആ പണി ഏൽപ്പിച്ചിട്ടില്ല. അത് ശരിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് BJPയുടെ പ്രതിനിധിയെ BJP തന്നെ അയച്ചില്ല ഈ വിഷയത്തിൽ സംസാരിക്കാൻ. അങ്ങനെ ഘട്ടത്തിലാണ് സഹയാത്രികൻ. അത് ശരിയാണ്. അതുകൊണ്ട് ഞാനത് അപ്പോൾ തന്നെ തിരുത്താറുണ്ട്. പിന്നെ ഈ BJP പ്രതിനിധി എന്നോ ഒഴിച്ച് ഈ പറഞ്ഞ പോലെ എന്നെ പോലെ ഊരും പേരും ഇല്ലാത്ത അനാഥപ്രേതങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് പേര് വേണം കേട്ടോ, നിരീക്ഷകനെന്നോ സഹയാത്രികനെന്നോ എന്ത് തേകയിട്ടാലും എനിക്ക് പ്രശ്നമില്ല. BJPയുടെ ഔദ്യോഗികമായിട്ട് എന്നെ പറയരുത്. കാര്യം BJP എന്നെ ആ പണി ഏൽപ്പിച്ചിട്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമ്പത്ത് അതൊന്ന് മനസ്സിലാക്കണം ഞാൻ അഭ്യർത്ഥിക്കുന്നു. അല്ല, പറയണമല്ലോ. അതാ പറഞ്ഞത്, അതൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇവിടെ സമ്പത്ത് ഇവിടെ പറഞ്ഞത്, എപ്പോൾ ചില കുറ്റവാളികളെ ശിക്ഷിച്ചവരെയൊക്കെ ഇപ്പോൾ 10-25 വർഷത്തിന് ശേഷമൊക്കെ കോടതി മോചിപ്പിച്ചപ്പോൾ, അവർ മോചിപ്പിക്കപ്പെട്ടപ്പോൾ അതിനെയൊക്കെ വളരെ അദ്ദേഹം ശക്തമായി എതിർത്തു. ശരിയാണ്, ജയിലിലടക്കപ്പെട്ട കുറ്റവാളികൾ പിന്നെ അവർ എന്നേക്കുമായിട്ട് ജയിലിൽ തന്നെ കഴിയണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ നിലപാടിനോട് ഞാൻ യോജിക്കുന്നു. ഈ നിലപാട് എല്ലാ കാര്യത്തിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിലേ എനിക്ക് സംശയമുള്ളൂ. അതായത് ഇവിടെ നമ്മുടെ TP ചന്ദ്രശേഖരൻ വധത്തില് കുറ്റവാളി, കൊലപാതകി, കൊടും ക്രിമിനൽ എന്ന് തന്നെ കോടതി വിശേഷിപ്പിച്ച കുഞ്ഞനന്തൻ മരിച്ചപ്പോൾ ഈ നാടുനീളെ ആ ഡെഡ് ബോഡിയും കൊണ്ട് നടന്നാഘോഷിച്ചവരാണ് ഇവർ. അതേപോലെ ഓരോരുത്തർ കുറ്റവാളികളെ ഇതിൻ്റെ അകത്ത് ജയിലിലടച്ച് തിരിച്ചു വരുമ്പോൾ മുദ്രാവാക്യവുമായും മാലയിട്ട് സ്വീകരിക്കുന്നതും ഇവർ തന്നെയാണ്. ഇനി അതും കൂടാതെ രാജീവ് ഗാന്ധി വധക്കേസിലെ കുറ്റവാളികൾ പുറത്തിറങ്ങി. അത് മാത്രമല്ല, അതിലൊരു കുറ്റവാളിക്ക്, തൂക്കുകയർ വിധിക്കപ്പെട്ടിരുന്ന കുറ്റവാളിക്ക് ഈ കേരളത്തിൽ മാലയിട്ട് സ്വീകരണം നടത്തി. ഈ കോഴിക്കോട്ട് കടപ്പുറത്ത് മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിൽ മാലയിട്ട് സ്വീകരിച്ച് 12 വോൾട്ടിന്റെ 2 ബാറ്ററി മേടിച്ചതിനാണ് ഈ പാവം മനുഷ്യനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത്, 30 കൊല്ലം ജയിലിലിട്ടത് എന്ന് ഈ കേരളത്തിലാണ് പറഞ്ഞത്. ആരുടെയും നാവ് പൊങ്ങിയിട്ടില്ല ജിംഷാദെ. കൈരളിയിൽ ചർച്ചയും നടത്തിയിട്ടില്ല മുൻ പ്രധാനമന്ത്രിയെ കൊന്നതിന്. അപ്പം ഈ നാട്ടിൽ നടക്കുമ്പോൾ അപ്പൊ സൗകര്യപൂർവ്വം ഈ സെലക്റ്റീവായിട്ട് മാത്രം കാര്യങ്ങൾ എടുത്ത് ഇങ്ങനെ ഓരോന്ന് പറയുന്നതിൻ്റെ അകത്ത് അതിനത്രേ ഉള്ളൂ. അതുപോലൊരു മെറിറ്റ് ആണോ ഇത് ശ്രീ ഷാബു പ്രസാദ്? ഭരണഘടനാ സംബന്ധിയായ കാര്യമല്ലേ? കോടതിയുടെ സിസ്റ്റത്തിന്റെ നിലനിൽപ്പല്ലേ? അല്ല, അവിടേക്ക് ഞാൻ വന്നിട്ടില്ല. ഞാൻ ഇവര് പറഞ്ഞ ഓരോന്നിന്റെ കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. എനിക്ക് ഓരോന്ന് എന്നെ പരാമർശിച്ചു പോയ കാര്യങ്ങളൊക്കെ എനിക്ക് അത് ടച്ച് ചെയ്ത് പോയേ പറ്റുള്ളൂ. അതേപോലെ സഞ്ജീവ് ഭട്ടിനെ ഇവരെയൊക്കെ ജയിലിലടച്ചിരിക്കുന്നത് നരേന്ദ്രമോദി അല്ല മിസ്റ്റർ സമ്പത്ത്. അദ്ദേഹത്തിന് അറിയാൻ വയ്യാണ്ടല്ലോ, ഈ നാട്ടിലെ നിങ്ങൾ ഈ പറയുന്ന കോടതി തന്നെയാണ്. അല്ലാതെ ഒരു ഭരണകൂടത്തിന്, ഒരു പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു സംസ്ഥാന ഗവൺമെന്റിന് ഒരു പ്രതിയെ ശിക്ഷിക്കാനാവില്ല. കോടതിക്കേ ശിക്ഷിക്കാനാവുള്ളൂ. അയാൾക്ക് ജാമ്യം കൊടുത്താലും വെറുതെ വിട്ടാലും ശിക്ഷിച്ചാലും അത് ഈ നാട്ടിലെ കോടതി, നിങ്ങൾ ഈ പറഞ്ഞ കോടതിയാണ് ചെയ്യുന്നത്. എന്ത് തന്നെയാലും അതായിക്കോട്ടെ. അപ്പൊ ഈ കോടതിയെ ബഹുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഇത് തന്നെ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതും. ഇനി മറ്റൊന്ന്, ഇവിടെ ഇതിൽ കൂടുതൽ ഒരു സംഘടനയ്ക്ക് എന്താണ് ചെയ്യാൻ കഴിയും?
അതായത് ആ ആ സംഘടനയുടെ BJPയുടെ MP മാർ, ആ MP മാർ വളരെ വ്യക്തമായിട്ട് അവര് ഈ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചപ്പോൾ വളരെ ശക്തമായ രീതിയിൽ അതിന് താക്കീതും കൊടുത്തു. അത് ഓൺ ചെയ്യാതെ അതിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞു. അല്ലാതെ BJPയുടെ വേറെ നിങ്ങൾ ഈ പറയുന്ന പോലെ ആരോപിക്കുന്ന പോലെ ഹാൻഡിലുകളോ മറ്റോ ഒന്നുമല്ല. BJPയുടെ ഡയറക്റ്റ് MP മാർ, അതിന് BJPക്ക് ഉത്തരവാദിത്വം. BJPയുടെ MP മാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ BJPക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അല്ലാതെ ഈ നാട് നീളെ നടക്കുന്ന ഈ ഓരോ കലാപം നടത്തുന്നതിന് പിന്നിൽ, കലാപങ്ങൾ ഉണ്ടാകുന്നതിന് കാരണക്കാരൻ ചീഫ് ജസ്റ്റിസ് ആണ് എന്ന് ദുബെ പറയുന്നു. അത് പറയാൻ പാടില്ല, അത് തെറ്റാണ്. സംശയം എന്താ? അത് ഒരിക്കലും അങ്ങനെ ചീഫ് ജസ്റ്റിസ് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാൻ കോടതികൾ ആരാണ് എന്ന് ചോദിക്കുന്നതിനും അതേ ശബ്ദമല്ലേ? അതാണല്ലോ പറഞ്ഞത്. അതല്ലേ ഇത്രയും നേരം ഈ അല്ല, ഉപരാഷ്ട്രപതിയാണ് അത് പറഞ്ഞത്. അജിംഷാദ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, ഉപരാഷ്ട്രപതിയുടെ വാക്കുകളോട് പ്രതികരിക്കേണ്ട ഇരിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അതുകൊണ്ട് തന്നെ BJP അക്കാര്യത്തിൽ നിർവാഹനം പ്രാപിച്ചു. ശരി, അത് മര്യാദയാണത്. അങ്ങനെയുണ്ട്. അത് ഈ മര്യാദ എന്ന് പറയുന്ന സാധനം വന്ന് നിങ്ങൾക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ്. അത് ഭരണഘടന നിങ്ങൾക്ക് പരിചയമില്ലാത്ത സമ്പത്ത് എണ്ണി പറഞ്ഞു ആ മര്യാദയുടെ, രാഷ്ട്രീയ മര്യാദയുടെ വിഷയം. അതാ പറഞ്ഞ അത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ്. അത് സാരമില്ല. അല്ല, ഈ വിഷയത്തിൽ ശരി, BJP അങ്ങനെ പറഞ്ഞു എന്ന് കൈയൊഴിയാം. ഷാഹു പ്രസാദ്, ഒരു കാര്യം കൂടി, ഇത്തരം പരാമർശങ്ങൾ പരസ്യമായി ചീഫ് ജസ്റ്റിസിനെ വ്യക്തിപരമായി പറയുന്നു, കോടതിയുടെ അധികാരത്തെ അതിലംഘിച്ചുകൊണ്ട് പറയുന്നു. ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ സ്വമേധയാ കോടതി കേസെടുക്കണ്ടേ, കോടതി അലക്ഷ്യത്തിനും മറ്റ് ക്രിമിനൽ നടപടികൾക്കും? ആ നിലപാട് എന്താണ് ഷാഹു? അത് കോടതി കേസെടുക്കണം. അതിന് കോടതിക്ക് അങ്ങനെ തോന്നിയാൽ കോടതിക്ക് ചെയ്യാം. ആർക്കെന്താ ചെയ്യാൻ കഴിയുക? അത് മാത്രമല്ല, ഇനി കോടതിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇവിടെ ഇപ്പം അദ്ദേഹം മുൻ MP ആണ്. അത് CPM-ന്റെ അതിശക്തരായ 4 MP-മാർ ലോക്സഭയിലുണ്ട്. അവർ 4 ഈ എന്താണ് കാനലിൽ ഒരു തരിമതി എന്ന് പറഞ്ഞ പോലെ ആ 4 പേരും മതിയല്ലോ. അതുപോലെ രാജ്യസഭയിലും ശക്തമായ സാന്നിധ്യമുണ്ട്. 4 പേര് 400 പേരുടെ പവറിൽ അവിടെ അറിയാമല്ലോ. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ആ 400 പേരുടെ ഇതുള്ളത് കൊണ്ട് സത്യത്തിൽ അവരെയാണ് പ്രധാനമന്ത്രി ആക്കേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. ആ 4നെ 400 കണക്കാക്കിക്കൊണ്ട്. അങ്ങനെയില്ല. കാരണം പ്രധാനമന്ത്രിയുടെ ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ കണ്ടല്ലോ. ഈ വർഗസിദ്ധാന്തം അനുസരിച്ച് വേണമെങ്കിൽ അങ്ങനെ നമുക്കാകാം. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി അതല്ല പറഞ്ഞു. ഇനിയിപ്പൊ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ പല വഴിക്കൂടെ കാര്യങ്ങൾ ചെയ്യിക്കുന്നു, അത് ഓൺ ചെയ്യാതിരിക്കുന്നു, ഇങ്ങനൊക്കെ പറയുന്നു. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. അതിന്റെ ലക്ഷ്യം അവർ സംശയിക്കുകയാണ്. അതിന്റെ ലക്ഷ്യം പറയാം കൺവിൻസിംഗ് ആക്കി കൊടുക്കും. അല്ല, നിങ്ങളെ കൺവിൻസ് ചെയ്യാന്നതിനെക്കാട്ടി നല്ലത് റോഡ് സൈഡിലെ ഒരു പോസ്റ്റുകാരനെ കൺവിൻസ് ചെയ്യാൻ പറ്റും അജിംഷാദെ. എനിക്ക് ആ പ്രതീക്ഷയൊന്നും ഇല്ല. അത് പോട്ടെ, ഇനി അവിടെ നിൽക്കട്ടെ. അതല്ല പറഞ്ഞേ. ഇനി ഈ ഈ പറഞ്ഞല്ലോ മറ്റ് ഹാൻഡിലുകളിൽ കൂടെ ചെയ്യുന്നത്. ഒരു കാര്യം അറിയുമോ? ഇന്ത്യയിലെ ഏറ്റവും അധികം ആൾക്കാരെ കൊന്നിട്ടുള്ള തീവ്രവാദ സംഘടന എന്ന് പറയുന്നത് ഏതാണെന്നറിയുമോ? CPIM ആണ്. അയ്യോ, അതിന് മാവോയിസ്റ്റ് എന്നും മാർക്സിസ്റ്റ് എന്നും ഉള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. മാവോയും മാർക്സും ഇവരുടെ ഒരുപോലെയല്ലേ? അതും ഇവരുടെ ഒരു ഹാൻഡിലാണല്ലോ. അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിച്ചിട്ട് രണ്ടുപേരും വിളിക്കുന്നത്. അത് ലെനിൻ തന്നെ എഴുതിയിട്ടുണ്ട്. ഇടത് തീവ്രവാദം ഒരു ബാലാരിഷ്ടത. അല്ല, ഞാനിങ്ങനെ പറയുന്നേ CPM ആണെന്നേ. അതും CPM ആണ്. അവര് വിളിക്കുന്നത് ഇൻക്ലാബ് സിന്ദാബാദാണ്. അവരുടെയും ആചാര്യന്മാരും മാർക്സും മാവോയും ഒക്കെ തന്നെയാണ്. CPM ആണ് ഇന്ത്യയിൽ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ അവിടെ പരാജയപ്പെടുന്നു. കാരണം ബാബറി മസ്ജിദ് പൊളിക്കുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന എക്സ്ട്രീം എലമെന്റ്സ് എല്ലാം BJPയോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ മാവോയിസ്റ്റുകളെ അങ്ങനെ ഒരു സംരംഭത്തിന് ഇവർ കൂട്ടിയിട്ടില്ല. അല്ല, മാവോയിസ്റ്റ് അതിനെക്കാട്ടി വലിയ തിരക്കിലല്ലേ? ഈ നാട്ടിലെ ജനങ്ങളെ കൊന്നൊടുക്കുന്ന, പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കുന്ന തിരക്കിലാണല്ലോ. അങ്ങനെയുള്ള വലിയ അന്താരാഷ്ട്ര വിപ്ലവ പുരോഗമന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നവർക്ക് ഇത് ഇങ്ങനെയുള്ള തീവ്ര ഇടത് വ്യതിയാനം ഒരു ബാലാരിഷ്ടത എന്ന് ലെനിൻ തന്നെ എഴുതിയിട്ടുണ്ട്. അവർ തന്നെ കമ്മ്യൂണിസ്റ്റ് ഔദ്യോഗികമായ മാർക്സിസ്റ്റ് പാർട്ടികളൊക്കെ ലോകത്ത് തള്ളിക്കളഞ്ഞൊരു സംവിധാനമാണ് തീവ്രഗതികൾ. പക്ഷെ അങ്ങനെയല്ല ഗാന്ധിജിയെ പുനർവധം ചെയ്ത ആളിനെ എന്ത് ചെയ്തു? ഗോഡ്സെയെ സപ്പോർട്ട് ചെയ്തവരെ എന്ത് ചെയ്തു? ബാബറി മസ്ജിദ് പൊളിക്കുന്ന അടക്കമുള്ള ഇവന്റുകളിൽ BJPയുടെ ഇവന്റുകളിൽ സഹകരിച്ചത് ബജ്രംഗ് ദളും ഇത്തരത്തിൽ ഹനുമാൻ സേനയും വിശ്വ ഹിന്ദു പരിഷത്തും ഒക്കെയാണ്.
അവിടെ ഒക്കെ നിങ്ങൾ യോജിച്ചു. പക്ഷേ മാവോയിസ്റ്റുകളുമായി എവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി യോജിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സംരംഭങ്ങൾക്ക്? ഇല്ല. ശരിയാണ് നിങ്ങൾ പറഞ്ഞ അതേ ലോജിക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ CPM എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി അതിനെ ഓൺ ചെയ്യുന്നില്ല, അതിനെ പബ്ലിക്കായിട്ട് തള്ളിക്കളയുന്നുണ്ട്, അതിനെ ഓൺ ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ അതും CPM ആണ് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ശരി, താങ്കളുടെ വാദവും ഉദ്ദേശ ലക്ഷ്യവും മനസ്സിലായി. തീർച്ചയായും ശ്രീ എ സമ്പത്ത്. ഓക്കെ, ശ്രീ എ സമ്പത്ത്, അതായത് ഈ ആശയപരമായുള്ള ഐക്യങ്ങളെ ഒക്കെ വെച്ചിട്ട് അങ്ങ് ചുമ്മാ കാടടച്ച് വെടിവെക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു കാര്യം, ഈ വിഷയത്തിൻ്റെ മെറിറ്റിൽ നിന്ന് ബോധപൂർവം അത്രയും സമയം ഒഴിവാക്കുക എന്ന ഷാബു പ്രസാദിൻ്റെ വളരെ കുതന്ത്രമായ ഇടപെടലാണ് ഇതിന് പിന്നിൽ. അതിൽ അധികം നമ്മൾ വീഴുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി. അല്ല, ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്ത് ശ്രീ ഷാബു പ്രസാദിൻ്റെ ഇപ്പോഴത്തെ ഒരു വൈക്ലഭ്യവും വൈതരണിയും വൈഷമ്യവും നന്നായി മനസ്സിലാക്കുകയാണ്. അദ്ദേഹം BJP സഹയാത്രികൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി, ഒരു BJPയുടെ വക്താവ് വന്നാൽ ഇങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. കാരണം BJP ദേ ഷുഡ് ഓൺ, ഇല്ലേ, ആ വേർഡ്സ് ദേ ഷുഡ് ഓൺ. ഇവിടെ ഇദ്ദേഹം പറയുമ്പോഴത്തേക്ക് വേണമെങ്കിൽ BJPക്ക് പറയാം ഞങ്ങൾ അയച്ച ആളല്ല, ഞങ്ങൾ അയക്കേണ്ടാന്ന് തീരുമാനമാണ്. അത് ഷാബു പ്രസാദ് പറഞ്ഞ ഷാബു പ്രസാദിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറയാം. ഞാൻ ശ്രീ ഷാബു പ്രസാദിൻ്റെയും അദ്ദേഹത്തിൻ്റെ ചങ്ങാതിമാരുടെ അറിവിലേക്ക് വേണ്ടി ഇന്ത്യയിലെ ആദരണീയനായ മഹത് വ്യക്തിത്വങ്ങളിൽ ഒരാൾ, രാഷ്ട്രീയമായി ഞങ്ങളോട് അങ്ങേയറ്റത്തെ വിയോജിപ്പുണ്ടായിരുന്നപ്പോഴും ഇന്ത്യയിൽ 2 തവണ പ്രധാനമന്ത്രിയായിരുന്ന ഒരു മനുഷ്യൻ, അതിൽ 13 ദിവസം അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ 11ാം ലോക്സഭയിൽ ഞാനും അംഗമായിരുന്നു. 1992 അദ്ദേഹത്തെ ഒരു ഇൻ്റർവ്യൂ നടത്തി, ഒരു ഇംഗ്ലീഷ് ഇൻ്റർവ്യൂ ആയിരുന്നു. അതെ, ശ്രീ AB വാജ്പേയിയാണ്. അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി, ബാബറി മസ്ജിദ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് മലയാളത്തിൽ ഞാൻ ഈ പറയുന്നത്, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലുള്ള പരിഭാഷ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്ന വാക്കുകളാണ്. ബാബറി മസ്ജിദ് പൊളിച്ചത് അത് തെറ്റായിപ്പോയി, എനിക്കതിൽ ദുഃഖമുണ്ട്, എന്നോടൊപ്പമുള്ള ആളുകൾ അത് ചെയ്തതിൽ എനിക്ക് അങ്ങേയറ്റത്തെ വൈഷമ്യമുണ്ട്, പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നതിനെക്കുറിച്ച് പോലും ഞാൻ ആലോചിച്ചു, എൻ്റെ സഹപ്രവർത്തകർ എന്നെ വിലക്കി. അദ്ദേഹം ആ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം തീരുന്നില്ല. അദ്ദേഹം പറയുകയാണ് ഇക്കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ ഈ ചർച്ചകൾ സൗമ്യമായി അത്തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോണുകളിൽ നിന്നുകൊണ്ട് നടത്തുമ്പോഴും അവിടെ യുക്തിക്ക് സ്ഥാനമില്ലാതാവുകയും, അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ആ വാക്ക് ഞാൻ പറയുന്നതിന് ഷാബു പ്രസാദിനൊന്നും തോന്നരുത്, ബിക്കോസ് അദ്ദേഹം പറഞ്ഞതാണ്, അങ്ങനെ മറുഭാഗത്ത് നിന്ന് എതിർത്ത് പറയുകയാണെങ്കിൽ യു തിങ്ക് ദാറ്റ് ഹീസ് എ റാസ്കൽ. ശ്രീ വാജ്പേയി ഉപയോഗിച്ച വാക്കാണത് എന്ന് പോലും തൻ്റെ കൂടെ ഉള്ളവരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ്. സംശയം ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ഷാബു പ്രസാദ്, യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. തീരുന്നില്ല. ശ്രീ LK അദ്വാനി പറയുകയുണ്ടായി, ഇറ്റ് വാസ് എ മിസ്റ്റേക്ക്, ഇറ്റ് വാസ് എ ഷിയർ മിസ്റ്റേക്ക്. അദ്ദേഹം പറഞ്ഞതാണ്. ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹം പ്രതിയായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. അദ്ദേഹത്തെ അടക്കം പിന്നീട് അത് പൊളിച്ചത് തെറ്റ്, നിയമവിരുദ്ധമായി സംഘം ചേർന്നത് തെറ്റ്, അത്തരത്തിൽ അക്രമം നടത്തിയത് തെറ്റ്, ആ പണി നടത്തിയത് തെറ്റ്, എന്നാൽ അവരെ വെറുതെ വിടുന്നു എന്ന് കോടതി വിധിച്ചു. അത്തരം കാര്യം ആ വിധിന്യായത്തിനെതിരായി ചർച്ചയടക്കം നടന്നു. ഞാനന്ന് കൈരളി പീപ്പിളിൽ ചർച്ചയ്ക്ക് അന്ന് രാവിലെ ഉണ്ടായിരുന്നു. ഇവിടെ ഇദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഞാനൊരു കാര്യം ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ഇവിടെ ഈ മേം ബിൽക്കിസ് ബാനോ കൂട്ടബലാത്സംഗത്തിന് വിധേയമാവുകയും തൻ്റെ കുടുംബാംഗങ്ങളടക്കം തൻ്റെ മുന്നിലിട്ട് ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത് കണ്ടുകൊണ്ട് നിലവിളിക്കാൻ പോലും കഴിയാതെ പോയൊരു സ്ത്രീയുണ്ട്. 14 വർഷക്കാലം സുപ്രീം കോടതി വരെ നിയമയുദ്ധം നടത്തേണ്ടി വന്നതിന് സഖാവ് സുഭാഷിണി അലി CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് അവരോടൊപ്പം ഒരമ്മയെപ്പോലെ നിന്നത്, താങ്ങായി തണലായി അവരോടൊപ്പം ചേർത്ത് പിടിച്ചിട്ട്. ഇരയുടെ പേര് പറയരുത് എന്നുള്ളതാണ് നിയമമെങ്കിലും അവർ തന്നെ പരസ്യമായി സമൂഹത്തിന് മുമ്പിൽ പറയുകയാണ്, മേം ബിൽക്കിസ് ബാനു എന്ന് പറയുകയുണ്ടായി. ഷാബു, നമ്മളെല്ലാം അമ്മമാർ നൊന്തു പെറ്റതാണ്. ലോകത്ത് കൊലപാതക കുറ്റത്തിന് കൊടുക്കുന്നതിനേക്കാൾ ക്രൂരമാണ് എന്ന് ഇൻവേർട്ടഡ് കോമയിൽ നമ്മൾ പറയേണ്ടതായിട്ടുള്ള ക്യാപിറ്റൽ പണിഷ്മെൻറ്റോ അതിനപ്പുറം വെടിവെച്ച് കൊല്ലുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റേപ്പിനാണ്, എങ്ങനെ ബലാത്സംഗത്തിനാണ്. അതിനേക്കാൾ കഠിനമാണ് കൂട്ടബലാത്സംഗം എന്നുള്ളത്. നിങ്ങൾ ഓൺ ചെയ്യുന്നോ ഇല്ലയോ? എന്താ ചോദിച്ചതെന്നറിയാമോ? ഷാബു ഇപ്പോൾ BJPക്കാരാണ് പറയേണ്ടതെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാൻ കഴിയും. ആ കൂട്ടബലാത്സംഗത്തിൻ്റെ ആ ഉത്തരവാദികളായിട്ടുള്ളവരെ
കോടതി ഗുജറാത്തിൽ നിന്ന് മാറ്റി കൊണ്ടുവന്ന് ഈ മഹാരാഷ്ട്രയിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തിയത് കൊണ്ട് മാത്രം ട്രയൽ കോടതിയിൽ അവർ ശിക്ഷിക്കപ്പെട്ടപ്പോൾ ആ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആളുകളെ അവരവിടെ നിന്ന് ജയിൽ മോചിതരാക്കാൻ ഗുജറാത്ത് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കള്ളസത്യവാങ്മൂലം അടക്കം നൽകുകയും ആ ജയിൽ മോചിതരായ ആളുകളെ പൂമാലയിട്ട് പരവതാനി വിരിച്ച് ആനയിച്ച് കൊണ്ടു നടന്ന് അവർക്കെല്ലാം തന്നെ പൊതുയോഗങ്ങളിൽ സ്വീകരണം നൽകുകയും ചെയ്ത പാർട്ടിയുടെ പേര് BJP എന്നാണ്. പിന്നീടും സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് ഇവർ കള്ളമാണ് അങ്ങനെ ഗവൺമെൻറ് പറഞ്ഞത് എന്നുള്ളത്. കള്ളത്തിന് കള്ളമെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അവിടെ ആ അമ്മയുടെ മാനത്തിന് എന്ത് വിലയാണ്. ഭാരതാംബയെക്കുറിച്ച് കേഴുകയാണ്, സ്ത്രീകൾ ദേവതയാണ്, അമ്മയാണ്, ആരാധിക്കണമെന്നൊക്കെ പറയുകയാണ്, പഠിപ്പിക്കാനായി നടക്കുകയാണ് ഒരുപാട് ആളുകൾ ഒരു സ്ത്രീയുടെ മാനത്തിൻ്റെ. ഇത് ലോകത്തിൽ വാസ്തവത്തിൽ ഇത്തരത്തിൽ റേപ്പിന്, ബലാത്സംഗത്തിന്, കൂട്ടബലാത്സംഗത്തിന് ഏറ്റവും കടുത്ത ശിക്ഷ നൽകുന്ന രാജ്യങ്ങൾ ഉള്ളപ്പോൾ ഈ രാജ്യത്ത് നടന്നത് ഇതൊന്നും നമ്മൾ മറന്നു പോകണം അല്ലേ. ഇവിടെ ഇപ്പോൾ ഈ BJPയുടേതായ സംഘപരിവാർ പലയിടത്തും നടത്തുന്നതായുള്ള പല കൃതികളുമുണ്ട്, പല കൃത്യങ്ങളുമുണ്ട്. അതിനൊന്നും ഞങ്ങൾ ഓൺ ചെയ്യേണ്ട എന്നാണ് പറയുക. ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്? ഇതെല്ലാം ചെയ്യുന്നത് ഒരു കൂട്ടർക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അത് ഈ രാഷ്ട്രീയം വർഗീയതമായി കൂട്ടിച്ചാലിച്ച് അത്തരത്തിൽ ഇത് വെടിമരുന്നിന് തീപിടിപ്പിക്കുന്നത് പോലെ ഈ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കി അങ്ങനെ രാഷ്ട്രീയ അധികാരം നേടാൻ നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെയും പോവുക എന്നുള്ളത് അതാണല്ലോ. നിർത്തുകയാണ്. ജ്യോതി ബസു പറഞ്ഞൊരു വാചകമുണ്ട്, ഒരു ഭരണകൂടത്തിന് വർഗീയ സംഘടനകൾ ഉണ്ടാകണമെന്നും അത് വ്യാപിക്കണമെന്നും ആഗ്രഹമില്ല എങ്കിൽ അങ്ങനെ ഉണ്ടാവുകയും വ്യാപിക്കുകയും ഇല്ല എന്നുള്ളത്. ഇവിടെ ഈ ഇന്ത്യയിൽ നിന്ന് അധികാരത്തിലുള്ള ഒരു സർക്കാർ ഗുജറാത്തിലെ കൂട്ടക്കുരുതിയുടെ ഉൽപ്പന്നമാണ്. ആ ഭ്രൂണം അത് വളർന്നുണ്ടായതാണ്. ഇത് ഇന്ത്യയിൽ പലയിടത്തും ഇപ്പോൾ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ലാത്തടത്തെല്ലാം ഇത് ചെയ്യുകയാണ്. RSS ഇല്ലാത്തതായിട്ടുള്ള എത്ര വർഗീയ സംഘടനകളുണ്ട്. കേരളത്തിൽ രാഷ്ട്രീയ എതിരാളികളുടെ കൊലക്കത്തിക്കിരയായി കൊല്ലപ്പെട്ട ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ CPIMുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ്. പാർട്ടി അംഗങ്ങളും പാർട്ടി അംഗങ്ങളല്ലാത്തവരും പറക്കമുട്ടാത്ത സജിൻ ഷാഹുൽ അടക്കമുള്ള കുട്ടികളടക്കമുള്ള, ഞാൻ പഠിപ്പിച്ച സക്കീർ അടക്കമുള്ള ആളുകൾ, എന്നോടൊപ്പം SFIയിൽ പ്രവർത്തിച്ച KV സുധീഷ് അടക്കമുള്ള ആളുകൾ. നിങ്ങൾ എന്നിട്ട് വന്ന് എത്ര ചിരിയോടുകൂടിയാണ് നിങ്ങളൊക്കെ പറയുന്നത് ഇതെല്ലാം. ഇപ്പം നിങ്ങൾ പറയുകയാണ് ഈ മാവോയിസ്റ്റുകളെല്ലാം കമ്മ്യൂണിസ്റ്റുകളാണ് എന്ന്. ISISനെ നിങ്ങൾ ഇസ്ലാമുമായിട്ടാണോ ബന്ധപ്പെടുത്തുക? ആണോ? ഈ രാജ്യത്തുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഹിന്ദു മതത്തിലെ എത്ര ആയിരക്കണക്കിന് ജാതികളിലും ഉപജാതികളിലും പെട്ട ആളുകൾ വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്നവരും അല്ലാത്തവരും അടക്കമുള്ള ആളുകളുണ്ട്. ആ ആളുകളെല്ലാം ഉള്ളപ്പോൾ ഹിന്ദുക്കളുടെ എല്ലാം മൊത്തമായിട്ടുള്ള ബ്ലോക്ക് കൊട്ടേഷൻ പിടിച്ചിരിക്കുന്നതൊന്നും BJP ഒന്നും അല്ല. BJPക്ക് വേണ്ടി RSSും സംഘപരിവാറിൻ്റെ ആളുകളും നടത്തുന്ന എല്ലാവിധത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾക്കും ബീഭത്സ പ്രവർത്തനങ്ങൾക്കും ഹിന്ദുമത വിശ്വാസികളും ആ സമുദായ സംഘടനകളും ഉത്തരം പറയേണ്ടുന്നത് ബാധ്യതയൊന്നുമില്ല. ഇവിടെ ആരെങ്കിലും എവിടെയെങ്കിലും കാട്ടിക്കൂട്ടുന്നതായിട്ടുള്ള കാര്യത്തിനല്ല. എന്നാൽ അത് കമ്മ്യൂണിസ്റ്റുകാരുടെ തലക്കിരിക്കട്ടെ എന്ന് നിങ്ങൾ വെക്കുന്നത് ഇസ്ലാമോഫോബിയ നിങ്ങൾ പടർത്താനായി ശ്രമിക്കുന്നത് പോലെയുള്ള ദുഷ്ടലാക്കിൻ്റെ ഫലമാണ്. ആ പറഞ്ഞതെന്തായാലും നന്നായി. മനസ്സിലുള്ളത് വല്ലപ്പോഴുമെങ്കിലും പാമ്പിൻ്റെ നാവിൽ നിന്ന് ഇത്തരത്തിൽ ഫടം വിരിക്കുമ്പോൾ വിഷം പുറത്തു വരുമ്പോഴാണ് അതിന് വിഷമുണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റുക. മഞ്ഞച്ചേരയും മണലയും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണെങ്കിലും അത് മഞ്ഞച്ചേരയാണെന്ന് അറിയുന്നത് അങ്ങനെയാണ്. നന്ദി ഷാബു പ്രസാദ്. തീർച്ചയായും. ശ്രീ M. ജയചന്ദ്രൻ, അതായത് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ പോലും രക്തസാക്ഷികളായിട്ടുണ്ട്. 568ഓളം രക്തസാക്ഷികൾ RSSും കോൺഗ്രസും ഒക്കെ കൊലപ്പെടുത്തിയത് CPIMൻ്റെ പ്രവർത്തകരെയാണ്, നേതാക്കന്മാരെയാണ്. അതാണ് അദ്ദേഹം MLA ആയിരുന്നവർ പോലും രക്തസാക്ഷിയായിട്ട് വന്നു സാഹചര്യം. അതാണ് അദ്ദേഹം വൈകാരികമായി കൂടി അടയാളപ്പെടുത്തിയത്. അതുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതാണ്. അത് പോട്ടെ, നമുക്ക് ഈ വിഷയത്തിലേക്ക് എത്തിയാൽ നോക്കൂ, ഇവിടെ ഇത്തരത്തിലൊരു ലക്ഷ്യം, അതായത് എന്താണ്, മയിലിൻ്റെ കണ്ണീരിൽ നിന്നാണ് അത് ഗർഭമുണ്ടാകുന്നത്, അല്ലാതെ ഇണ ചേർന്നിട്ടല്ല എന്നൊക്കെ പറയുന്ന ജഡ്ജിമാർ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ പിന്നീട് എന്ത് പദവി ലഭിച്ചു എന്ന കാര്യവും നമ്മൾ നോക്കേണ്ടതാണ്. ഇങ്ങനെ ജുഡീഷ്യറിയിലേക്ക് പല ഘട്ടങ്ങളിൽ ഇരച്ചു കയറാനുള്ള കുൽസിതമായ നീക്കം RSSൽ നിന്ന് വായിച്ചെടുത്താൽ, അല്ലെങ്കിൽ സംഘപരിവാറിൽ നിന്ന് വായിച്ചെടുത്താൽ നമുക്ക് തെറ്റു പറയാനാകില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ ആ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഈ നീക്കം എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുക വഴി അത് ഇല്ലാതാകുമോ എന്നുള്ളതാണ്. അതിനെ ആ പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെ പരസ്യമായി എത്തി ഇത് ഓൺ ചെയ്യാതെ അവരെ തിരുത്തുന്നു, അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയുന്നു. അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറയുന്നു. ഇതിനപ്പുറത്തേക്ക് ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ എന്താണ് BJP ചെയ്യേണ്ടത്? അതുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാമല്ലോ. ശ്രീ M. ജയചന്ദ്രൻ. അജിംഷാദെ, നമ്മൾ ഈ ചർച്ചയുടെ ഇതുവരെയുള്ള ഘട്ടങ്ങളിൽ കണ്ടത് ഈ ഉപരാഷ്ട്രപതി, പിന്നെ 2 MP മാർ,
അതുമായി ബന്ധപ്പെട്ട് BJP നേതാക്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണല്ലോ. ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല കൂട്ടത്തിൽ ചർച്ചയുടെ ഭാഗമായിട്ട് ഉറപ്പായിട്ടും വരേണ്ടതാണ്. സുപ്രീം കോടതി പ്രധാനമായി പറഞ്ഞ മറ്റൊരു സംഗതി, രാഷ്ട്രപതി, ഗവർണർമാർ അവർ ഈ നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകൾ പിടിച്ചു വെക്കുന്ന ഒരു പ്രശ്നം വളരെ ഗൗരവമായി തന്നെ സുപ്രീം കോടതി ഇടപെട്ട് പറഞ്ഞല്ലോ. അത് ചെറിയ കാര്യമല്ല. ഈ നമ്മുടെ സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്, മറ്റൊന്നും കൊണ്ടല്ല, അതിലേക്ക് വരാൻ പറ്റാതിരുന്നറിയാം. എങ്കിലും ഉള്ള ചുരുങ്ങിയ സമയത്ത് പറയുകയാണ്, ഈ നിയമസഭകൾ എന്ന് പറയുന്നത് ജനങ്ങളുടേതാണല്ലോ. നിയമസഭ, കേരള നിയമസഭയിൽ നേരത്തെ ഒരു MLA ഉണ്ടായിരുന്നു, ഇപ്പോൾ അതുമില്ല BJPക്ക്. അതേസമയം ഈ ബാക്കിയുള്ള 140 MLA-മാർ കേരളത്തിലെ ജനങ്ങളെയാണല്ലോ, അവരുടെ വികാരമാണല്ലോ നിയമസഭ പ്രതിഫലിപ്പിക്കുന്നത്. അവിടെ പാസ്സാവുന്ന ബില്ലുകൾ എന്ന് പറഞ്ഞാൽ ജനാഭിലാഷമാണ്. ആ ജനാഭിലാഷമാണ് ഭരണഘടനാ തലവൻ എന്നുള്ള നിലയിൽ ഗവർണർ പിടിച്ചു വെക്കുന്നത്. എന്തെങ്കിലും കാരണം പറഞ്ഞ് പിടിച്ചു വെക്കുന്നതിനെ ഭരണഘടന അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ കാരണങ്ങളില്ലാതെ അകാരണമായി നീട്ടിക്കൊണ്ടു പോകുന്നത് അത് കഴിയില്ല. അത് രാഷ്ട്രപതിയാണെങ്കിലും അത് ചെയ്യുന്നത് ശരിയല്ല. ഈ പ്രശ്നമല്ലേ സുപ്രീം കോടതി പരിശോധിച്ചത്? എന്തെങ്കിലും നിയമം ഉണ്ടാക്കുകയാണോ ചെയ്തത്? അല്ലല്ലോ. ഈ പ്രശ്നം, കാതലായിട്ടുള്ള പ്രശ്നം പരിശോധിക്കുകയാണ് ചെയ്തത്. നിയമനിർമ്മാണ സഭകളുടെ അധികാരം കവരുന്ന രീതിയിൽ ഗവർണർമാരും ആ ഗവർണർമാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ രാഷ്ട്രപതിയും പ്രവർത്തിച്ചു കൂടാ എന്നുള്ള കാര്യം സുപ്രീം കോടതിയുടെ പരമാധികാരത്തിൽ പെടുന്ന നിയമ നിർമ്മാണത്തിനല്ല, നിയമവ്യാഖ്യാനത്തിന് തന്നെയാണ് അവിടെ സാധുത സുപ്രീം കോടതി കൽപ്പിച്ചത്. ആ സാധുത കൽപ്പിക്കുമ്പോഴാണ് ഗവർണർമാരുടെ നടപടി ശരിയല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രപതിയും അക്കാര്യത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അത് ഉത്തരവിടുകയാണോ? അല്ലല്ലോ ചെയ്തത്. ഗവർണർമാർക്ക് തീർച്ചയായിട്ടും പാലിക്കാൻ ബാധ്യതയുണ്ട്. തമിഴ്നാടിൻ്റെ കേസ് പരിഗണിച്ചപ്പോൾ അന്ന് തന്നെ പറഞ്ഞല്ലോ, മറ്റ് സ്റ്റേറ്റുകൾക്കും അത് ബാധകമാണ്. കേരളത്തിൻ്റെ കാര്യം വരുമ്പോഴും എല്ലാ സ്റ്റേറ്റുകൾക്കും അത് വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഇങ്ങനെ വരുന്നത് ശരിയല്ല എന്നുള്ളത് സുപ്രീം കോടതി പറയുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു വലിയ പോസിറ്റിവിറ്റി എന്ന് പറയുന്ന അജിംഷാദെ ഞാൻ കാണുന്നത്, ഇത്തരം കാതലായ വിഷയങ്ങളിലേക്ക് രാജ്യവ്യാപകമായ പുതിയൊരു ഡിബേറ്റ് ഓപ്പൺ ചെയ്യപ്പെടുകയാണ്. ആ നിലയ്ക്ക് അത് നല്ലത് തന്നെയാണ്. വളരെ ഷാർപ്പായ നിരീക്ഷണമുണ്ട്. കാരണം ഈ ജനങ്ങളുടെ പ്രതിനിധി സഭ, നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ നിയമമുണ്ടാക്കുന്ന നിയമസഭയുടെ ബില്ലുകൾ തടഞ്ഞു വെക്കുന്ന ഗവർണറെയും പ്രസിഡന്റിനെയും വിമർശിക്കുന്നു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ കോടതി. പക്ഷേ ആ കോടതിയെ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ല് തടസ്സപ്പെടുത്തി നിയമത്തിൻ്റെയും ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP തെറി വിളിക്കുന്നതും ആക്ഷേപിക്കുന്നതും. നോക്കൂ, BJP MP-മാർ, അതാണ് അതിൽ ഏറ്റവും വലിയ വൈരുദ്ധ്യം. ഒരേ വിഷയത്തിൽ തന്നെ ഒരേ മെറിറ്റുകളിൽ രൂപപ്പെടാവുന്ന, ഒരേ മെറിറ്റ് അല്ല എങ്കിൽ പോലും അത് വിചിത്രമായ സംഗതി എന്ന് പറഞ്ഞാൽ, ഈ വഖഫ് ബില്ലിൻ്റെ കാര്യത്തിൽ നേരത്തെ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത്, പാർലമെൻറ്റിൽ എന്താണോ കിരൺ റിജിജു പറഞ്ഞത്, അതേ വ്യക്തി, അതേ മന്ത്രി കേരളത്തിൽ വന്ന് പറയുകയാണ് കോടതിയിലൂടെ അല്ലെങ്കിൽ വഖഫ് നിയമം കോടതിയിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല, നിയമനിർമ്മാണം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമില്ല, കോടതി ഇതിനു വേണ്ടി ഇനിയും കാലങ്ങളെടുക്കും എന്ന് കേരളത്തിൽ വന്ന് പറയുകയാണ്. അപ്പോൾ എന്തിനായിരുന്നു നിയമനിർമ്മാണം എന്നുള്ള ചോദ്യം ആരാണ് ആദ്യം ചോദിച്ചത്? അതാണ് പല വൈരുദ്ധ്യങ്ങൾ, സമയപരിമിതി അങ്ങനെ ജനങ്ങളെ വഞ്ചിക്കാൻ കഴിയില്ല. തീർച്ചയായും സമയപരിമിതി ഉള്ളത് കൊണ്ട് ഇടപെടുകയാണ്. എന്തായിരുന്നാലും അത്തരത്തിലുള്ള പല വൈരുദ്ധ്യങ്ങളെയും ഉൾച്ചേർത്തുകൊണ്ട് നീങ്ങുന്ന ഈ പ്രക്രിയയ്ക്ക്, സംഘപരിവാർ പ്രക്രിയയ്ക്ക് കേവലം കയ്യൊഴിയൽ കൊണ്ട് ജനതയുടെ വിശ്വാസം നേടിയെടുക്കാനാകില്ല. സുപ്രീം കോടതിയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അതിരുവിട്ട് വിമർശിക്കുന്ന BJP-യുടേത് വളഞ്ഞിട്ട വഴിയാണ്. അതിനെ പരസ്യമായി ലംഘിച്ചാൽ പോലും എന്നാണ് ഈ ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസിലൂടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.